നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എവിടെയാണോ രാജാവുള്ളത് അവിടെ രാജകോലാഹലമുണ്ട്. രാജാതി രാജാവാകുന്ന കർത്താവേ, അവിടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ മൂടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സാമീപ്യ സ്പർശനം നിന്റെ ജനം അനുഭവിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ അഭിഷേകം ഇന്ന് രാത്രിയും നുകത്തെ തകർക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും വചനത്തിൻ്റെ പൊരുളുകളെ കർത്താവ് ഞങ്ങൾക്കായി വെളിപ്പെടുത്തി തന്നാടെ. സുവിശേഷത്തിൻ്റെ മാധുര്യമെന്തെന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അയാളുടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും, ആദരിക്കും, ആശീർവദിക്കും. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. 2 വാക്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 10-ാം വാക്യം, അതോടൊപ്പം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. വെളിപ്പാട് 4:7 വായിക്കുന്നതിന് മുൻപ് എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. അവയുടെ മുഖരൂപമോ, അവയ്ക്ക് മനുഷ്യ മുഖം ഉണ്ടായിരുന്നു. 4നും വലതു ഭാഗത്ത് സിംഹമുഖവും ഇടത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുക് മുഖവും ഉണ്ടായിരുന്നു. 4 കെരൂബുകളുടെ മുഖങ്ങളെ എസെക്കിയേൽ ഇതാ കാണുകയാണ്. കടന്നു വന്നാട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യോഹന്നാന് ഉണ്ടായതായ വെളിപ്പാട്, അതിൻ്റെ മറ്റൊരു പേരാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. യോഹന്നാന് ആ വെളിപ്പാട് ഉണ്ടായി. ആ വെളിപ്പാട് നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പക്ഷേ യോഹന്നാൻ 93 വയസ്സിലധികം പ്രായമുള്ളവനായപ്പോഴാണ് പത്മോസ് ദ്വീപിൽ എത്തി ഈ വെളിപ്പാട് തനിക്ക് ഉണ്ടാകുന്നത്. ഇന്ന് രാത്രി 92 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇനിയും ഏതാണ്ട് നല്ലത് വെളിപ്പെടുവാനുണ്ട്. 93 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് യോഹന്നാന് ഈ വെളിപ്പാട് ഉണ്ടായത്. ഇത് കേട്ട് എഴുതിയത് പോളികാർപ്പാണ്. പോളികാർപ്പിന് എഴുതിയ വെളിപ്പാടല്ല, യോഹന്നാൻ്റെ വെളിപ്പാടല്ല, പകരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഒരു പ്രവചനവും ഒരു പ്രസംഗവും ഒരു ടീച്ചിങ്ങും ഇതെൻ്റെതാണ് എന്നാർക്കും പറയാൻ കഴിയത്തില്ല. എല്ലാം കർത്താവിൻ്റെതാണ്. പറയുന്ന നമ്മളെ കർത്താവിൻ്റെതാണ്. സകലത്തിനും കാരണഭൂതൻ ദൈവമാണല്ലോ. ആ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിക്കട്ടെ. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി കഴുകിന് സദൃശ്യം. ഇന്ന് രാത്രി ഈ വചനത്തിൽ നിന്ന് എനിക്ക് പറവാനുള്ളതായ ഈ ചെറിയ ദൈവിക ദൂതിൻ്റെ അല്ലെങ്കിൽ ഈ ടീച്ചിങ്ങിൻ്റെ തലക്കെട്ടതാണ് കണക്ക് പുസ്തകം. കണക്ക് പുസ്തകം. കണക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കണക്ക് പുസ്തകം. പഴയ നിയമത്തിലും പല കണക്കുകളുണ്ട്, പുതിയ നിയമത്തിലും കണക്കുകളുണ്ട്. എന്തുകൊണ്ട് കണക്ക് പുസ്തകം? ഈ മീറ്റിങ്ങിൻ്റെ സെക്കൻഡ് ഹാഫ്, ഈ ദൂതിൻ്റെ സെക്കൻഡ് ഹാഫ് സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ വേണ്ടി പോകുകയാണ്. എടുത്തു വച്ചാട്ടെ. സംഖ്യാപുസ്തകം അതിൻ്റെ 2-ാം അധ്യായം, സംഖ്യാപുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, 16-ാം വാക്യം, 24-ാം വാക്യം, 31-ാം വാക്യം അതുകൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്പേഴ്സ് ചാപ്റ്റർ 2, സംഖ്യാപുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം, 16-ാം വാക്യം, 24-ാം വാക്യം, 31-ാം വാക്യം. യഹൂദ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. എന്ന് പറഞ്ഞാൽ 186,400 പേർ. 16-ാം വാക്യത്തിലേക്ക് വന്നാടെ. സംഖ്യ 2-ന്റെ 16, നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 16. അവിടെ പറയുന്നു, രൂബേൻ പാളയത്തിലെ ഗണം. ഗണമെന്ന് പറഞ്ഞാൽ രൂബേൻ്റെ കീഴിൽ വേറെ 2 ഗോത്രങ്ങൾ കൂടിയുണ്ട്. അവർ എല്ലാവരും കൂടെ ചേർത്ത് രൂബേൻ പാളയത്തിലെ ഗണം 1,57,450 പേർ. 1,55,450 പേർ. അടുത്ത് വന്നാട്ടെ 24-ാം വാക്യം.
സംഖ്യാപുസ്തകം 2:24. സംഖ്യ 2:24. എഫ്രൈം പാളയത്തിലെ ഗണത്തിൽ എണ്ണപ്പെട്ടവർ ആകെ 1,100,000 പേർ. അവർ മൂന്നാമതായി പുറപ്പെടണം. 1,80,100 പേർ. Am I right? 1,80,100 പേർ. 31-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇതാ എഴുതിയിരിക്കുന്നു, ദാൻ പാളയത്തിലെ ഗണത്തിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,700 പേർ. 1,57,600 പേർ. 1,57,600 പേർ. ഒന്നാമത്തെ ഗണത്തിൽ 1,86,400 പേർ. 9-ാം വാക്യം പറയുന്നു 1,86,400 പേർ. രണ്ടാം ഗണത്തെ പറ്റി പറയുന്നു 1,51,450 പേർ. മൂന്നാം ഗണത്തെ പറ്റി പറയുന്നു 1,80,100 പേർ. നാലാം ഗണത്തെ പറ്റി പറയുന്നു 1,57,600 പേർ. 4 ഗണങ്ങൾ, 4 സുവിശേഷങ്ങൾ. മിക്കവാറും വേദപുസ്തകം വായിച്ചു വരുമ്പോൾ നമ്മൾ വിട്ടുകളയുന്നതായ 2 ഭാഗങ്ങളുണ്ട്. വംശാവലി നമ്മളാരും വായിക്കത്തില്ല. മത്തായി സുവിശേഷം 1-ാം അധ്യായം ഉദാഹരണമായി, ഇന്നവൻ ഇന്നവനെ ജനിപ്പിച്ചു, ഇന്നവൻ ഇന്നവനെ ജനിപ്പിച്ചു, ഇന്നവൻ ഇന്നവനെ ജനിപ്പിച്ചു. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, നമുക്ക് ബോറടിക്കും. നമ്മൾ ഒരിക്കലും സ്തോത്രം വംശാവലി വായിക്കത്തില്ല. എൻ്റെ കാര്യമാണ് പറഞ്ഞേ. അതുപോലെ തന്നെ മറ്റൊരു സ്തോത്രം അധ്യായമാണ് സംഖ്യാപുസ്തകം 2-ാം അധ്യായം. ജീവിതത്തിലാണെങ്കിലും മുഴുവനായി വായിച്ചു തീർത്തോ എന്നെനിക്ക് അറിയത്തില്ല. മുഴുവൻ സംഖ്യയാണ്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം എന്ന് മാത്രമല്ല, സംഖ്യാപുസ്തകത്തിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത് കണക്കാണ്. അതിലെ കണക്കിലെ കളികളല്ല എനിക്ക് പറയാനുള്ളത്, പകരം കണക്കിൽ ഒളിഞ്ഞിരിക്കുന്നതായ വെളിപ്പാടുകളുണ്ട്. പൊടിയിൽ കിടക്കുന്നതായ ഒരു നാണയത്തെ തട്ടിയെടുക്കുന്നത് പോലെ നാണയത്തിന് വിലയുണ്ട്. എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനത്തെ അത് എഴുതിയ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ കാത്തിരിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്നതായ ചില പ്രത്യേക ദൈവിക വെളിപ്പാടുകളുണ്ട്. ഇന്ന് രാവിലെ വാട്സപ്പ് മെസ്സേജ് അയച്ചതായ സമയത്ത് ചിലർ പറഞ്ഞു മനസ്സിലായില്ല എന്ന്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവകൃപയാൽ ഇതിനെ ഇലോപ്പറേറ്റ് ചെയ്ത് പറവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. 4 ഗണങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. നമുക്കറിയാം, സ്തോത്രം, ദാനിയം കൂടെ കൂട്ടി ലേവ്യ ഗോത്രത്തെയും കൂടെ കൂട്ടി ആകെ 13 ഗോത്രങ്ങളാണ് ടോട്ടലി പറയുന്നത്. വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ദാനെ സ്തോത്രം നഷ്ടപ്പെടുകയാണ്, പദവി നഷ്ടപ്പെട്ട ഒരു ഗോത്രം. അങ്ങനെ 12 ഗോത്രങ്ങളായി അവ ചുരുങ്ങുകയാണ്. അങ്ങനെ സമാഗമന കൂടാരത്തിൻ്റെ സെൻട്രലിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ പാളയത്തിൻ്റെ സെൻട്രലിൽ സമാഗമന കൂടാരം, ഞാൻ ആവർത്തിക്കുന്നു, ഇസ്രായേൽ പാളയത്തിൻ്റെ ക്യാമ്പിൽ സെൻട്രലിൽ സ്തോത്രം സമാഗമന കൂടാരം. അതിൻ്റെ മുൻപിൽ 3 ഗോത്രങ്ങൾ, ഇടതുവശത്ത് 3 ഗോത്രങ്ങൾ, വലതുവശത്ത് 3 ഗോത്രങ്ങൾ, പിൻപിൽ 3 ഗോത്രങ്ങൾ. ഈ ചിത്രം വീണ്ടും ഞാൻ ആവർത്തിക്കും. സമാഗമന കൂടാരം സെൻട്രലിലാണ്, ഇസ്രായേൽ പാളയത്തിൻ്റെ സെൻട്രലിലാണ് സമാഗമന കൂടാരത്തിൻ്റെ ഗോത്രങ്ങളാകുന്ന ലേവിയ ഗോത്രം. അവർ പൗരോഹിത്യ ഗോത്രമാണ്. അപ്പോൾ സെൻട്രൽ സമാഗമന കൂടാരം, അതിൻ്റെ ചുറ്റും സ്തോത്രം അത് ലേവിയ ഗോത്രം ക്യാമ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, സമാഗമന കൂടാരം സെൻട്രലിലാണ്, അതിൻ്റെ ചുറ്റും ലേവിയ ഗോത്രം ക്യാമ്പ് ചെയ്യുന്നു. ആ ലേവിയ ഗോത്രത്തിൽ 3 പ്രധാനപ്പെട്ട കുടുംബങ്ങളാണ് ഉള്ളത്. സ്തോത്രം, കഹാത്യ കുടുംബം എന്ന് തുടങ്ങിയുള്ളതായ 3 കുടുംബങ്ങളാണ് സമാഗമന കൂടാരത്തിന് ചുറ്റും ക്യാമ്പ് ചെയ്യുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ മുന്നിൽ അവരുടെ ലീഡറായിരിക്കുന്ന മോശ ഒരു ഹ്യൂജ് പ്ലേസിൽ സ്തോത്രം അദ്ദേഹം പാർക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും കുടുംബമായി അല്പം സ്തോത്രം ഞെരുക്കത്തിൽ പാർക്കുന്നെങ്കിൽ ലീഡർ ഏറ്റവും വിശാലമായി ആ സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പാർക്കുകയാണ്. ഒറ്റ കോമ്പൗണ്ടിൽ സമാഗമന കൂടാരത്തോട് ചേർന്ന് ലേവിയ ഗോത്രം പാർക്കുന്നു. എന്നിട്ട് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്തോത്രം ഇതാ 3 ഗോത്രം, വലത് ഭാഗത്ത് 3 ഗോത്രം, ഇടത് ഭാഗത്ത് 3 ഗോത്രം, പിൻപിൽ 3 ഗോത്രം. അങ്ങനെ 12 ഗോത്രങ്ങളും സമാഗമന കൂടാരത്തോട് ചേർന്ന് പാർക്കുന്നതായ ലേവിയ ഗോത്രം ഉൾപ്പെടെ 13 ഗോത്രങ്ങളാണ് അവിടെ ക്യാമ്പ് ചെയ്യുവാൻ തക്കണം കഴിയുന്നത്. 4 ഗണങ്ങളാണ് അവിടെ കിടക്കുന്നത്. 4 ഗണം. ആ 4 ഗണത്തെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. 4 എന്താണ് 4ൻ്റെ പ്രത്യേകത? വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ 4ൻ്റെ പ്രത്യേകത നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച്
സ്തോത്രം 4 കാര്യങ്ങളെ അവനെ ഏൽപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:28 4 കാര്യങ്ങളെ അവർ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ച് 1 നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി, 2 പെരുകി, 3 ഭൂമിയിൽ നിറഞ്ഞ്, 4 അതിനെ അടക്കി, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിൻ്റെ മേലും വാഴുവിൻ എന്ന് അവരോട് അരുളി ചെയ്തു. മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ച ശേഷം 4 കാര്യങ്ങൾ പറയുകയാണ്. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റീപ്ലെനിഷ് ആൻഡ് സബ്ഡ്യൂ. ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റീപ്ലെനിഷ് ആൻഡ് സബ്ഡ്യൂ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി നിങ്ങൾ വാഴുകണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ 4 പ്രധാനപ്പെട്ട തൂണുകളിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട തൂണുകൾ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകണം, നിങ്ങൾ പെരുകണം, നിങ്ങൾ നിറയണം, നിങ്ങൾ ലോകത്തെ, അതായത് ഭൂമിയെ നിങ്ങൾ അടയ്ക്കണം. പുതിയ നിയമ സഭയെ നോക്കി അത് തന്നെ കർത്താവ് പറയുന്നു, ശരീരത്തിലും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകണം, അതിലുപരി നിങ്ങൾ ആത്മാവിലും ഉണ്ടാകണം, സന്താന പുഷ്ടിയുള്ളവർ ആകണം. നിങ്ങൾ ജനിപ്പിക്കണം. പാസ്റ്റർമാർ മറ്റ് ദൈവദാസന്മാരെ ജനിപ്പിക്കണം, സഭകൾ മറ്റ് സഭകളെ ജനിപ്പിക്കണം, വിശ്വാസികൾ മറ്റ് വിശ്വാസികളെ ജനിപ്പിക്കണം. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാണ്. അതെ, വായു തുറന്ന് പറഞ്ഞാട്ടെ, എന്താണ് സന്താന പുഷ്ടി? മറ്റുള്ളവർ പറഞ്ഞാട്ടെ, പെരുകണം, മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ സ്തോത്രം, അതെ, പെരുകണം. ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക പ്രശ്നങ്ങളിലാണ് നമ്മൾ പെരുകുന്നത്, നുറുക്കങ്ങളിലാണ് പെരുകുന്നത്. ഫറവോൻ എത്രത്തോളം അവരെ പീഡിപ്പിച്ചോ അത്രത്തോളം അവർ പെരുകി വന്നു. എത്രത്തോളം നിങ്ങൾക്ക് പീഡ വർദ്ധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പെരുക്കം വർദ്ധിക്കുന്നു. ഇത് അഡീഷൻ്റെ ദിവസങ്ങളല്ല, ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ ദിവസങ്ങളാണ്. നിങ്ങൾ പെരുകുവാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഇതെൻ്റെ വർധനവിൻ്റെ സീസണാണ്. പറഞ്ഞാടെ, ഇതെൻ്റെ വർധനവിൻ്റെ സീസണാണ്. സോ നമ്പർ 2, രണ്ടാമതായി പെരുകുന്നു. മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, ഭൂമിയിൽ നിറഞ്ഞു. ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു എന്നല്ല. സഭകളെ പൊളിച്ച് ദൈവദാസന്മാരെ തകർത്ത് ഭൂമിയെ ഒഴിക്കും എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്തെ ഞാൻ പറയട്ടെ, ഒരൊറ്റ വില്ലേജ് പോലും, ഒരൊറ്റ ദേശം പോലും, സഭകൾ ഇല്ലാത്ത ദേശം കാണുകയില്ല. ആയിരക്കണക്കിന് വിശ്വാസികൾ ഓരോ വില്ലേജുകളിൽ, ഓരോ ഗ്രാമങ്ങളിൽ നിറയുവാൻ വേണ്ടി പോകുകയാണ്. യെരൂശലേം മുഴുവൻ ഉപദേശം കൊണ്ട് നിങ്ങൾ നിറച്ചിരിക്കുന്നു എന്ന് ആദ്യ നൂറ്റാണ്ടിൽ സഭയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സകല ഗ്രാമങ്ങളിലും ശിഷ്യന്മാരെ കൊണ്ട്, ദൈവജനത്തെ കൊണ്ട് നമ്മൾ നിറയുവാൻ വേണ്ടി പോകുന്നു. ഭൂമി മുഴുവനും, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ദൈവജനത്തെ കൊണ്ട് നിറയുവാൻ പോകുന്നു. കാരണം അവന് ഒഴിവിൻ്റെ ദൈവമല്ല, അവൻ നിറവിൻ്റെ ദൈവമാണ്. ഭൂമിയും അതിൻ്റെ നിറവും, ഒരിക്കൽ കൂടെ, ഭൂമിയും അതിൻ്റെ നിറവും ആരുടേതാണ്? ദേശാധിപതിയുടേതല്ല. ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലം അതിൻ്റെ നിവാസികളും ദൈവത്തിലുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം ഭൂമിയിൽ ഒഴിയുന്നവരല്ല. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ നിറയുവാൻ പോകുന്നു. നിങ്ങളുടെ അതിരുകൾ വിശാലമാകുവാൻ വേണ്ടി പോകുകയാണ്. ശുശ്രൂഷകളെ, അതിരുകളെ, സഭകളെ, അതിരുകളെ വിശാലമാക്കുവാൻ വേണ്ടി പോകുന്നു. നോട്ട് ലോക്കലി ബട്ട് നാഷണലി ആൻഡ് ഇന്റർനാഷണലി. ദൈവമായ കർത്താവ് ഒരു നിറവിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്ന നല്ലൊരാമേൻ പറഞ്ഞേ. നാലാമത്തെ വേദപുസ്തകം പറയുന്നു, അടക്കി സബ് ഡൊമിനിയൻ. ഡൊമിനിയൻ. ഒന്നും നിങ്ങളുടെ മേൽ ഡൊമിനിയൻ ചെയ്യത്തില്ല, ഒന്നും നിങ്ങളെ അടക്കത്തില്ല. കടഭാരമാകട്ടെ, ശത്രുതകളാകട്ടെ, രോഗങ്ങളാകട്ടെ, ഒന്നും നിങ്ങളെ അടക്കത്തില്ല. പകരം സകലത്തെ നിങ്ങൾ അടക്കത്തേയുള്ളൂ. അർത്ഥം, ഒന്നും നിങ്ങളെ ഭരിക്കയില്ല, പകരം സകലത്തിനെയും നിങ്ങൾ ഭരിക്കും. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അവനെന്തോ നൽകിയിരിക്കുന്നു? അധികാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒന്നിൻ്റെയും ഒരുത്തരുടെയും അടിമയല്ല. സകല സാഹചര്യങ്ങളെ നിങ്ങൾ അടക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവം നിങ്ങളെ വാഴുവാൻ വിളിച്ചിരിക്കുന്നു. ഒന്നും ഒരുത്തരും നിങ്ങളെ വാഴുകയില്ല, പകരം സകലതിന് മേലും നിങ്ങൾ വാഴുവാൻ വേണ്ടി പോകുന്നു. സോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണേണ്ട പിക്ചർ അതാണ്. നിങ്ങളെക്കുറിച്ച് കാണേണ്ട പിക്ചർ, നിങ്ങളെ വീട് ചെറുതായിരിക്കാം, സാഹചര്യം ഞെരുക്കമുള്ളതായിരിക്കാം, ചുറ്റും പ്രശ്നമുള്ളതായിരിക്കാം, പക്ഷേ നിങ്ങൾ കാണേണ്ടത് ഈ 4 തൂണുകളാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റീപ്ലെനിഷ് ആൻഡ് സബ്ഡ്യൂ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. സോ ഇതിനു വേണ്ടിയാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ ലോകത്തിൽ ഉണ്ടാക്കിയത്.
ദൈവമായ കർത്താവ് മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കി വെച്ചത് അടിമയായിട്ടല്ല, ദാസീദാസനായിട്ടല്ല, പകരം ദൈവത്തിൻ്റെ മകനായിട്ടാണ് ദൈവം ആദാമിനെ ആക്കി വെച്ചത്. സോ ആദാം ദൈവത്തിൻ്റെ മകൻ. ആ മകനാകുന്ന ആദാമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പിക്ചർ അതാണ്. അവൻ സന്താന പുഷ്ടിയുള്ളവനാണ്, അവൻ പെരുകേണം, അവൻ നിറയണം, അവൻ അടക്കേണം. ഇന്ന് രാത്രി ദൈവം നിന്നെക്കുറിച്ച് കാണുന്നതായ പിക്ചർ അതാണ്. സന്താന പുഷ്ടിയുള്ളവനാണ്, നീ പെരുകുകയാണ്, നീ നിറയുകയാണ്, നീ അടക്കുകയാണ്. ശത്രു നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു, മനുഷ്യൻ നിന്നെക്കുറിച്ച് എന്ത് കാണുന്നു, അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. ദൈവം നിന്നെക്കുറിച്ച് കാണുന്നതായ പിക്ചറാണ്. നീ സന്താന പുഷ്ടിയുള്ളവനാകണം, നീ പെരുകണം, നീ നിറയണം, നീ ലോകത്തെ അടക്കേണം. Which is not the principle of a church, which is a kingdom principle. അത് സഭയുടെ പ്രിൻസിപ്പിൾ അല്ല, അത് കിങ്ഡം പ്രിൻസിപ്പിളാണ്. പലരും സഭയിലാണ്, പലരും കിങ്ഡത്തിൽ കയറിയിട്ടില്ല. അനേകർ ചർച്ചിയൻസ് ആണ്, പലരും ക്രിസ്ത്യൻസ് അല്ല. ക്രിസ്ത്യൻസ് ആണെങ്കിൽ, യഥാർത്ഥ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പലരും ചർച്ചിയൻസ് ആണ്, പലരും ക്രിസ്ത്യൻസ് അല്ല. ആക്ച്വൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരെവിടെയായിരിക്കും? അവർ കിങ്ഡത്തിലായിരിക്കും, അവർ ദൈവരാജ്യത്തിലായിരിക്കും. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഈ 4 തൂണുകൾ. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ കയറുവാൻ 4 സുവിശേഷങ്ങളാണ് നമുക്ക് ദൈവമായി കർത്താവ് നൽകിയിരിക്കുന്നത്. 4 സുവിശേഷങ്ങൾ. സ്തോത്രം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അടുത്ത ആഴ്ചയും അതേ ലോക്ക്ഡൗൺ നീട്ടുകയാണ്, നമ്മുടെ പഠനം തുടരുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം. അതെ, അടുത്ത ആഴ്ചയും ഈ ദൂത് ദൈവകൃപയാൽ ആരംഭിക്കുകയാണ്. സംടൈംസ് എനിക്ക് സംഭവിക്കുന്നതായ ഒരു കാര്യം, ഇത് തീർന്നു എന്ന് പറയുമ്പോൾ അടുത്ത അധ്യായങ്ങൾ കർത്താവ് വീണ്ടും തുറക്കുകയാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ സ്തോത്രം. അതെ, 4 സുവിശേഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി നമുക്ക് വേഗത്തിൽ തിരികെ. സ്തോത്രം. 4 സുവിശേഷം. 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയതായ സുവിശേഷം ഏത് എന്ന് ചോദിച്ചാൽ, ആദ്യം എഴുതിയതായ സുവിശേഷം സ്തോത്രം അത് മർക്കോസ് സുവിശേഷമാണ്. ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസ് സുവിശേഷമാണ്, അത് മത്തായി സുവിശേഷമല്ല. എന്നാൽ സ്തോത്രം, ഈ സുവിശേഷത്തിൻ്റെ ഓർഡർ ആദ്യം എഴുതിയ ക്രോണോളജിക്കൽ ഓർഡർ ആയിരുന്നു എങ്കിൽ ആദ്യം എഴുതേണ്ടത് മർക്കോസ് സുവിശേഷമായിരുന്നു ആദ്യം ചേർക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ആദ്യം മത്തായി സുവിശേഷം ചേർത്തിരിക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. രണ്ടാമതായി മർക്കോസ് സുവിശേഷം സ്തോത്രം എഴുതിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം എഴുതിയത് ജോൺ മാർക്ക് എന്ന യോഹന്നാൻ എന്ന മർക്കസ്. ആ മർക്കോസിൻ്റെ അമ്മയുടെ വകയാണ് അപ്പർ റൂം, മാളികമുറി. അവർ യെരുശലേം പട്ടണത്തിലെ വലിയ ധനികരായ ഒരു കുടുംബമായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം പട്ടണത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായിരുന്നു ഏത്? അപ്പർ റൂം, മാളികമുറി. ആ ഏറ്റവും വലിയ മാളിക മുറിയിലാണ് കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ പാദം കഴുകി കർത്തൃമേശ നടത്തിയത്. അവിടെ 120 പേരല്ല, അതിലധികം പേർക്ക് ഇരിക്കത്തക്ക കപ്പാസിറ്റി ആ മാളിക മുറിക്ക് ഉണ്ടായിരുന്നു. സോ ആ മാളിക മുറിയുടെ ഉടമയായിരുന്നു സ്തോത്രം ഈ ജോൺ മാർക്കിൻ്റെ അമ്മ. അതെ, ആ ജോൺ മാർക്ക് ആ യുവാവായിരുന്നു, അതായത് മർക്കോസ്. അവൻ യേശു കർത്താവിനെ ഗദശമരയിലേക്ക് ഇതാ പിന്തുടർന്നു. കാര്യമെന്ത്? ഏതാണ്ട് സ്തോത്രം ഒരു വല്ലാത്ത അന്തരീക്ഷം മാറിയിരിക്കുന്നു. പലപ്പോഴും ഗുരു അതുവഴി വന്നിട്ടുണ്ട്, അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ അവൻ്റെ ക്ലോസ് ഫോളോവറാണ്. പക്ഷേ മർക്കോസ് അതുവരെ വിശ്വാസിയല്ല. സ്തോത്രം. എന്നാൽ മർക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലല്ല, അവൻ്റെ അത്ഭുതം കണ്ടിട്ടല്ല, അവൻ്റെ മരണ അടക്ക ഉയർപ്പ് കണ്ടിട്ടാണ്. സ്തോത്രം. യേശു കർത്താവിൻ്റെ സഹോദരന്മാരെ പോലെ ഈ മർക്കോസും സ്തോത്രം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ബർന്നബാസിൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ്, ബർന്നബാസിൻ്റെ ഒരു അടുത്ത ബന്ധു എന്നാണ് തിരുവചനം പറയുന്നത്. സോ അങ്ങനെ ഈ ബർന്നബാസ് സ്തോത്രം മർക്കസിനെ കൂട്ടിക്കൊണ്ട് പത്രോസിനോടൊപ്പം പിന്നത്തേതിൽ ചേർന്നു എന്ന് നമുക്ക് സഭാ ചരിത്രത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് കാണുവാൻ തക്കോണം കഴിയുന്നു. അങ്ങനെ ജോൺ മാർക്ക് എന്നറിയപ്പെടുന്നതായി മർക്കോസ് പത്രോസ് റോമിൽ കടന്നു പോയപ്പോൾ പത്രോസ് അപ്പോസ്തലനോടൊപ്പം, ശിമോൻ പത്രോസിനോടൊപ്പം തന്നെ പത്രോസ് അപ്പോസ്തലനോടൊപ്പം ജോൺ മാർക്ക് റോമിൽ കടന്നുപോയി. റോമിൽ കടന്നു പോയപ്പോൾ പത്രോസ് സ്തോത്രം ജാതികൾക്ക് അറിയേണ്ടതിന് വേണ്ടി സ്തോത്രം റോമക്കാർ അറിയേണ്ടതിന് വേണ്ടി വായ്മൊഴിയായി സുവിശേഷം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പത്രോസ് പറഞ്ഞു കൊടുത്തു, മർക്കോസ് എഴുതി. അതാണ് മർക്കോസ് വിശേഷം. ഒരിക്കൽ കൂടെ, റോം എന്ന പട്ടണത്തിലിരുന്ന് പത്രോസ് പറഞ്ഞു കൊടുത്തു, മർക്കോസ് എഴുതി. പത്രോസ് പറഞ്ഞു കൊടുത്തു, മർക്കോസ് എഴുതി. ആ സുവിശേഷത്തിൻ്റെ പേരാണ് മർക്കോസ് വിശേഷം. പക്ഷേ അത് ഒന്നാമത് വരേണ്ട സുവിശേഷമായിരുന്നു, അത് ആദ്യം എഴുതിയത് കൊണ്ട്. പക്ഷേ അത് ഒന്നാമത്തെ സുവിശേഷമായി സ്തോത്രം അത് ഉൾപ്പെടുത്തിയില്ല. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന വഴിക്കല്ല നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സീനിയോറിറ്റി അനുസരിച്ച് മർക്കോസ് വിശേഷം
ഒന്നാമത് വരണമെന്നാണ്. എന്നാൽ ഞാൻ ആവർത്തിച്ച് പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, സ്തോത്രം, പുറമേ ഉള്ളതായ ജഡത്തിൻ്റെ സീനിയോറിറ്റി അല്ല ദൈവം നോക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് സീനിയോറിറ്റി എന്ന് പറയുന്ന ആ ടേം അങ്ങ് വിട്ടുകളഞ്ഞാട്ടെ. സ്തോത്രം. പകരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം നോക്കിയേ. എന്തുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷം ഒന്നാമത് കയറി വന്നത്? 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 7-ാം വാക്യം വായിക്കുമ്പോൾ മത്തായി എന്തുകൊണ്ട് ഒന്നാമത് വന്നു, എന്തുകൊണ്ട് മർക്കോസ് രണ്ടാമത് വന്നു, എന്തുകൊണ്ട് ലൂക്കോസ് സുവിശേഷം മൂന്നാമത് വന്നു, എങ്ങനെ യോഹന്നാൻ സുവിശേഷം 4-ാമത് വന്നുവെന്ന് വളരെ കൃത്യമായി വെളിപ്പാട് 4:7 പറയുകയാണ്. ഒരിക്കൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന ആ ഓർഡർ എങ്ങനെ വന്നു എന്ന് വെളിപ്പാട് പുസ്തകം സ്തോത്രം 4:7 പറയുന്നു. ആ ക്രമം ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന ക്രമം എങ്ങനെ വന്നെന്ന് എവിടെ നോക്കിയാൽ അറിയുന്നു? സ്തോത്രം. അതെ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് കാണുന്നത്. സോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ക്രമം അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാരത്തിലാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ കാലം നോക്കിയും സമയം നോക്കിയും സംഘടന നോക്കിയും പാരമ്പര്യം നോക്കിയും ഒന്നും അല്ല ദൈവമക്കളെ. അതുകൊണ്ട് സീനിയോറിറ്റിയും പാരമ്പര്യവും അതെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ചുമ്മാ വിട്ടുകളാ. പകരം സ്തോത്രം വിടേണ്ടതിന് വിട്ട് പിടിക്കേണ്ടതിന് നമുക്ക് പിടിക്കാം. ഇവിടെ ഏതാ വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് 4:7 വായിക്കുമ്പോൾ, ഒന്നാം ജീവിക്ക് സിംഹത്തിന് സദൃശ്യം. ഒന്നാം ജീവിക്ക് സിംഹത്തിന് സദൃശ്യം. മത്തായി സുവിശേഷത്തിൽ യേശു ആരാണോ? ഞാൻ വീണ്ടും പറയും. മത്തായി സുവിശേഷത്തിൽ യേശു യഹൂദന്മാരുടെ രാജാവ്, കാട്ടിലെ രാജാവ് സിംഹം, കാട്ടിലെ രാജാവ് സിംഹം. സോ അതുകൊണ്ട് യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം വന്നപ്പോൾ ഒന്നാമത് എഴുതപ്പെട്ടിരിക്കുന്നത് സിംഹം. അതുകൊണ്ട് മത്തായി സുവിശേഷം ഒന്നാമത്. രണ്ടാം ജീവി കാള, ദാസൻ. യേശു സർവശക്തനായ ദൈവത്തിൻ്റെ ദാസൻ. അതുകൊണ്ട് മർക്കോസ് സുവിശേഷത്തിൽ അവൻ ദാസൻ. ഞാൻ വീണ്ടും അത് പറയും. മൂന്നാം ജീവി മനുഷ്യൻ. യേശു കർത്താവ് പൂർണ്ണ മനുഷ്യൻ, ദൈവ മനുഷ്യൻ, മാൻ ഗോഡ്, ദൈവ മനുഷ്യൻ. സ്തോത്രം. അതെ, മൂന്നാമത്. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം വന്നത് മാൻ ഗാഡ്, സ്തോത്രം, ദൈവ മനുഷ്യൻ. നാലാം സ്തോത്രം ജീവി കഴുകന് സമം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നവനാണ് കഴുകൻ. നമ്മുടെ ദൈവം 91-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ദൈവം അത്യുന്നതൻ എലോഹീം, അത്യുന്നതൻ എലോഹീം. ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ എലോഹീം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. എലോഹീം. ലോകത്തിൽ ഉന്നതന്മാരുണ്ടായിരിക്കും, പക്ഷെ സ്വർഗത്തിൽ നമുക്കായി ഒരു അത്യുന്നതനുണ്ട്. അതുകൊണ്ട് യേശു സ്തോത്രം യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ ദൈവത്തിൻ്റെ പുത്രൻ. സോ അതുകൊണ്ടാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് ഫാദർ ജെറോം എന്ന നല്ല ദൈവദാസൻ വേദപുസ്തകം ഓർഡർ ചെയ്തത്. അത് തൻ്റെ ഇറ്റാലിയൻ പാരമ്പര്യം കൊണ്ടോ താൻ ജീവിച്ചിരുന്നതായ ബെത്ലഹേമിൻ്റെ സംസ്കാരം കൊണ്ടോ അല്ല. ഫാദർ ജെറോം എന്ന ദൈവത്തിൻ്റെ ദാസൻ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് ക്രോഡീകരിച്ചത് പകരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓർഡർ അനുസരിച്ചാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നല്ല, ഏത് രാജ്യത്തിൽ ജീവിക്കുന്നു എന്നല്ല, ഏത് കൾച്ചറിൽ നിങ്ങൾ സ്തോത്രം കഴിഞ്ഞു പോകുന്നു എന്നല്ല, പകരം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതത്തെയും ശുശ്രൂഷകളെയും ചിട്ടപ്പെടുത്തിയാട്ടെ. ഒന്നാം ജീവിക്ക് സിംഹമുഖം, രണ്ടാം ജീവിക്ക് കാളമുഖം, മൂന്നാം ജീവിക്ക് മനുഷ്യമുഖം, നാലാം ജീവിക്ക് കഴുകമുഖം. സ്തോത്രം. അങ്ങനെ മത്തായി സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. മത്തായി എന്ന ചുങ്കക്കാരൻ ഇതാ എഴുതുകയാണ്. മത്തായി എന്ന ചുങ്കക്കാരൻ ധനികനായ മനുഷ്യനായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അതേ ചുങ്കക്കാരനായ മത്തായിയെ തിരഞ്ഞെടുത്തു. നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് മണ്ഡലങ്ങളിൽ നിന്ന് കടന്നു വന്നതായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നിട്ട് സമൂഹത്തിൻ്റെ ഏറ്റവും താണ നിലവാരത്തിലുള്ളതായ മീൻപിടുത്തക്കാരെയും കർത്താവ് തിരഞ്ഞെടുത്തു. വിവിധ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ കർത്താവ് തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം വില്ലപ്പെട്ട ഒരാൾ ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. സ്തോത്രം. അതെ, യേശുവിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ കാണണമെങ്കിൽ എല്ലാവരും ഒരു കൾച്ചറിലുള്ളവരെയല്ല കർത്താവ് കൊണ്ടുവരുന്നത്. എല്ലാവരും ഒരു കൾച്ചറിലുള്ളവരെയാണെങ്കിൽ അവരെ കൊണ്ടുകിടക്കുവാൻ വളരെ എളുപ്പമാണ്. അവർ തിരുവല്ലക്കാരാണോ? സ്തോത്രം. എല്ലാവരും തിരുവല്ലക്കാരാണോ? നോ പ്രോബ്ലം, അവരെ കൊണ്ടുകിടക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും കൊച്ചിക്കാരാണോ? ഒരു പ്രശ്നമില്ല. എല്ലാവരും മധുരയിലുള്ളവരാണോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ചിലർ ചെന്നൈക്കാരാണ്, ചിലർ മധുരയിൽ നിന്നാണ്, ചിലർ കന്യാകുമാരിക്കാരാണ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പാറിൽ എല്ലാ പച്ചക്കറിയും ഒരുമിച്ച് ചേരുന്നത് പോലെ ഉള്ളതായ ഒരവസ്ഥയായിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് തിരുവനന്തപുരംകാർ, കുറച്ച് പേര് സ്തോത്രം അതേ കോട്ടയംകാർ, കുറച്ച് പേര് മലബാറിൽ നിന്നുള്ളവർ, ചിലർ തൃശ്ശൂരിൽ നിന്നുള്ളവർ, അവരെല്ലാവരും കൂടിയാണെങ്കിൽ അവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് വെളിപ്പെടുന്നത്. യേശു കർത്താവ് അങ്ങനെ ഒരു സാമ്പാർ പരുവത്തിലായിരുന്നു.
സ്തോത്രം ഈ 12 പേരെ കൊണ്ട് നടന്നത്. ചിലർ ഉയർന്ന അനുഭവമുള്ളവർ, വേറെ ചിലർ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും സാധാരണക്കാർ ആയ മുക്കുവന്മാർ. ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കോർത്തിറക്കിയായിരുന്നു. MBA പഠിച്ചവനല്ല, MBA ചമച്ചവനായ കർത്താവ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് അവരെല്ലാവരെയും കൊണ്ട് നടന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. സ്തോത്രം, അതെ, അഡ്മിനിസ്ട്രേഷൻ അതൊരു വരമായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ആരെയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, അതെ, അഡ്മിനിസ്ട്രേഷൻ. എനിക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്തെങ്കിലുമെങ്കിൽ സുരേഷ് ബാബു എന്നും സീറോയാണ്. പരാജയമല്ല, ശുദ്ധ പരാജയമാണ്. ഏതിൽ? അഡ്മിനിസ്ട്രേഷൻ. എന്നെക്കാളും ഭയങ്കര അഡ്മിനിസ്ട്രേഷനുള്ള നൂറുകണക്കിന് സഹോദരന്മാരും സഹോദരിമാരും സ്തോത്രം ക്രൈസ്റ്റ് സെന്ററിലുണ്ട്. ദൈവം അവരെ ബലപ്പെടുത്തുമാറാകട്ടെ. സോ മത്തായി എന്ന ചുങ്കക്കാരൻ ഇതാ എഴുതുകയാണ്. ആർക്ക് വേണ്ടിയാണ് മത്തായി എന്ന ചുങ്കക്കാരൻ ഈ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്? അവൻ്റെ ഓഡിയൻസ് ജ്യൂസ് ആണ്. അവൻ്റെ ഓഡിയൻസ് യഹൂദന്മാർക്കാണ്. യഹൂദന്മാർക്ക് വേണ്ടിയാണ് മത്തായി സ്തോത്രം മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. സോ അതിൻ്റെ ഹെഡിങ് എന്താണ്? സ്തോത്രം, അതിൻ്റെ ഇതിവൃത്തം എന്താണ്? അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകൾ അത് അയക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. മത്തായി എന്ന ചുങ്കക്കാരൻ ജ്യൂസ് എന്ന യഹൂദന്മാർക്ക് വേണ്ടി മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഈ യേശു യഹൂദന്മാരുടെ രാജാവ്. മത്തായി സുവിശേഷത്തിൻ്റെ സബ്ജക്റ്റ് യേശു യഹൂദന്മാരുടെ രാജാവ്. എഴുതിയെടുത്താട്ടെ, യേശു യഹൂദന്മാരുടെ രാജാവ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ മാത്രം നിങ്ങൾക്ക് വായിപ്പാൻ തക്കോണം കഴിയും യേശു യഹൂദന്മാരുടെ രാജാവ്. ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആരംഭം തുടങ്ങി അവസാനം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് യേശു യഹൂദന്മാരുടെ രാജാവ്. ഇതാ വിദ്വാൻമാർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? Where is he that is born as the king of Jews? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സോ യേശു ആരാണ്? അവൻ യഹൂദന്മാരുടെ രാജാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശു യഹൂദന്മാരുടെയും എൻ്റെയും രാജാവ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുകയുണ്ടായി 3 ക്രമത്തിലുള്ളതായി എഴുത്തുകൾ. സ്തോത്രം, അതെ, കർത്താവിൻ്റെ ക്രൂശിൽ കയറി. ഒന്ന് സ്തോത്രം എബ്രായ ഭാഷയിൽ എഴുതിയോ അതുകൊണ്ട് യഹൂദന്മാരുടെ രാജാവ്. ലാറ്റിൻ ഭാഷയിൽ എഴുതി, അതുകൊണ്ട് അവൻ റോമക്കാരുടെ രാജാവ്. ഗ്രീക്ക് ഭാഷയിൽ എഴുതി, അതുകൊണ്ട് അവൻ ജാതികളുടെ രാജാവ്. നിങ്ങൾ ഞാനും ജാതികൾപ്പെട്ടവരാണ്. സ്തോത്രം, എത്രത്തോളം ഭാഷകളിൽ കളിയാക്കി എഴുതിയോ അത്രത്തോളം പേർക്ക് യേശു രാജാവായി. ഞാൻ പറയട്ടെ, എത്രത്തോളം പരിഹാസം വർദ്ധിക്കുന്നുവോ അത്രത്തോളം പേർക്ക് നിങ്ങൾ അനുഗ്രഹമാകുവാൻ പോകുന്നു. എത്രത്തോളം പരിഹാസം വർദ്ധിക്കുന്നു അത്രത്തോളം ജനത്തിന് നിങ്ങൾ ആശ്വാസവും അനുഗ്രഹമാകാൻ വേണ്ടി പോകുന്നു. എബ്രായ വേദത്തിൽ മാത്രം എഴുതിയെങ്കിൽ എനിക്കറിയത്തില്ല, യഹൂദന്മാർക്ക് മാത്രം രാജാവായന. പക്ഷേ 3 സ്തോത്രം ഭാഷകളാണ് ആ ക്രൂശില മേലെടുത്ത് ഉണ്ടായിരുന്നത്. ഇതേ വാക്യം തന്നെ ആവർത്തിക്കുന്നു. മത്തായി 2:2 എഴുതിയിരിക്കുന്നത് പോലെ മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. സ്തോത്രം, യേശു കർത്താവ് നാടുവാഴിയുടെ മുൻപിൽ നിൽക്കുകയാണ്. ആരാണ് നാടുവാഴി? നാടുവാഴി എന്ന് പറയുന്നത് സ്തോത്രം പീലാത്തോസ് എന്ന ഗവർണർ മുൻപിൽ യേശു കർത്താവ് നിൽക്കുകയാണ്. എന്നാൽ ഒരു ഗതികേട് പീലാത്തോസിന് ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. ഇതേ യേശുവിന്റെ മുൻപിൽ ഭയന്നും വിറച്ചും നിലവിളിച്ചും ഇതേ പീലാത്തോസ് നിൽക്കുവാൻ വേണ്ടി പോകുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നിന്നു. ഇനി ഭാവിയിൽ പീലാത്തോസ് നിൽക്കുവാൻ വേണ്ടി പോകുന്നു. എപ്പോഴാണ് പീലാത്തോസ് നിൽക്കുവാൻ വേണ്ടി പോകുന്നത്? അന്ത്യന്യായവിധിയിൽ വെള്ള സിംഹാസനത്തിന് മുൻപിൽ ഗവർണറാകുന്ന പീലാത്തോസ് യേശു കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു പീലാത്തോസിന് മുൻപിൽ സ്തോത്രം അതേ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുകയുണ്ടായി. യേശു കർത്താവ് 5 ന്യായാസനങ്ങളെയാണ് ഫേസ് ചെയ്തത്. അത് മറ്റൊരു ദൂത് സ്തോത്രം പിന്നെ പറഞ്ഞു തരാം. എന്നാൽ നോക്കണമേ, ഇവിടെ ഇതാ മത്തായി 27:11 പറയുന്നു, എന്നാൽ യേശു നാടുവാഴികളുടെ മുൻപാകെ നിന്ന്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. Are you the king of Jews? അതുവരെയും കർത്താവ് മിണ്ടാതിരുന്നു. ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവേ എന്ന് മോശ ചോദിച്ചപ്പോൾ I am that I am. ഞാനാകുന്നു എന്ന് അന്ന് പറഞ്ഞവനായ കർത്താവ്. പുറപ്പാട് 3:14 അന്ന് ഞാനാകുന്നു എന്ന് പറഞ്ഞ അതേ കർത്താവ് തലകുനിച്ച് നിന്ന യേശു. അതുവരെയും കർത്താവ് മിണ്ടാതെ നിന്നു.
നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ തല ഉയർത്തി അധികാരത്തോടെ, അധികാര ശബ്ദത്തിൽ തന്നെ അല്പം ഘനഗംഭീരമായി യേശു കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. അതാണ് മത്തായി സുവിശേഷത്തിന്റെ സ്തോത്രം സബ്ജക്റ്റ്. യേശു ആരാണ്? അവൻ യഹൂദന്മാരുടെ രാജാവ്. അവൻ യഹൂദന്മാരുടെ രാജാവ്. അപ്പോ യഹൂദന്മാരുടെ രാജാവ്, ആ രാജാവാകുന്ന യേശു, സ്തോത്രം, അതെ, രാജാവാകുന്ന യേശു എന്താണ് പറഞ്ഞത് എന്ന് വളരെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് മത്തായി സുവിശേഷത്തിൽ. രാജാവല്ലേ, രാജകൽപ്പന പിള്ളർക്കുമല്ലോ. ദാസൻ പറയുന്നതോ മനുഷ്യൻ പറയുന്നത് പോലെയല്ല. രാജാവ് പറയുന്നതിന് വെയിറ്റ് അല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ കിങ്ഡം പ്രിൻസിപ്പിൾ അധികമായി നിങ്ങൾക്ക് വായിപ്പാൻ കഴിക്കുന്നത്. ഉദാഹരണമായി കിങ്ഡം പ്രിൻസിപ്പിൾ, സ്തോത്രം, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ ഒക്കെ നിങ്ങൾക്ക് ധാരാളമായി വായിപ്പാൻ കഴിയുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കിങ്ഡം ആൻഡ് ദ പാരബിൾസ് ഓഫ് ദ കിങ്ഡം. Principles and the parables of the kingdom. For example, Matthew chapter 13, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 7 ഉപമകളാണ് ഒറ്റ ഇരിപ്പിനിരുന്ന് കർത്താവ് പറഞ്ഞതായി മത്തായി എഴുതിയിരിക്കുന്നത്. 7 ഉപമകൾ. അതെന്തോ ഉപമകൾ? സ്തോത്രം, അതെ, കിങ്ഡം പ്രിൻസിപ്പിൾ യേശു കർത്താവ് ഇതാ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, രാജകൽപ്പനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം, അവൻ രാജാവാണ് എന്ന് യഹൂദന്മാരോട് പറഞ്ഞു. മാത്രമല്ല അവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണം രാജാവിൻ്റെ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ. ആമോസ് പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു. ആമോസ് 3:8 പറയുന്നു, സ്തോത്രം, സിംഹം ഗർജിക്കും, കാട് നടുങ്ങും. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? അതുകൊണ്ട് സിംഹഗർജനം കാടിന് ഭയങ്കര പ്രധാനമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് 34 സങ്കീർത്തനം 10-ാം വാക്യം, ബാലസിംഹങ്ങളെ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സിംഹം ഗർജിക്കുമ്പോഴാണ് ഈ ഇരകൾ കാട്ടിൽ മുഴുവൻ ചിതറി ഓടി, അതെ, ബാലസിംഹങ്ങൾക്കും സിംഹികൾക്കും ഒക്കെ ഇരയായിത്തീരുന്നത്. സോ സിംഹഗർജനം വളരെ പ്രധാനമാണ്. കാട്ടിന് സിംഹഗർജനം വളരെ പ്രധാനമെങ്കിൽ സ്വർഗത്തിന്, ഭൂമിക്ക് താഴെ പാതാളത്തിന് ഇന്ന് രാത്രി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ശബ്ദമാണ് രാജാതിരാജാവായ യേശുവിൻ്റെ ശബ്ദം. മുഖ്യമന്ത്രിയുടെ ശബ്ദം തമിഴ്നാടിന് എഫക്റ്റ് ആകത്തില്ല, കേരളത്തിൽ മാത്രമേ എഫക്റ്റ് ആകത്തുള്ളൂ. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ. സ്തോത്രം, സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി തമിഴ്നാട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം തമിഴ്നാട്ടിന് മാത്രം എഫക്റ്റ് ആകത്തേയുള്ളൂ. സ്റ്റാലിൻ എന്തോ കിടഞ്ഞു പറഞ്ഞാലും നമ്മളെ ബാധിക്കത്തില്ല. ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. നമ്മുടെ നല്ല പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ബാധിക്കത്തുള്ളൂ. അഫ്ഗാനിസ്ഥാനോ സ്തോത്രം റഷ്യക്കോ അത് ബാധിക്കണമെന്നില്ല. എന്നാൽ യേശു കർത്താവ് ആകുന്ന രാജാതിരാജാവ് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും, എന്നും ബാധിക്കും, എപ്പോഴും ബാധിക്കും. കാരണം അവൻ പരിധിയില്ലാത്ത രാജാവാണ്. ലോകത്തിലുള്ള സകല അധികാരികൾക്കും പരിധിയുണ്ടെങ്കിൽ രാജാതിരാജാവായ യേശുവിന് പരിധി ഇല്ല. മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് അവൻ രാജാവാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും കേൾക്കും. തിങ്കളാഴ്ച മുതൽ നമ്മൾ വീണ്ടും കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. നമ്പർ 2, രണ്ടാമതായി വെളിപ്പാട് 3:7 അനുസരിച്ച് രണ്ടാമതായി കാണുന്നതായി മുഖം, ഒന്നാമത് കാണുന്നത് സിംഹമുഖമാണ്. കാരണം യേശു കർത്താവ് രാജാവ്. ശബ്ദമുയർത്തി അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, യേശു ആരാണ്? രാജാവ്. യേശു രാജാവ്. നമ്പർ 2, രണ്ടാമത്തെ മുഖം നോക്കിയേ. രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത് കാളയ്ക്ക് സദൃശ്യം. കാള എന്ന് പറയുന്നത് പണിയെടുക്കുന്ന മൃഗമാണ്. കാള, പണിയെടുക്കുന്നവൻ അഥവാ ദാസൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മത്തായി സുവിശേഷത്തിന് ഒരു ആമുഖമൊക്കെ ഉണ്ട്. യേശു കർത്താവിനെ മത്തായി നന്നായി പരിചയപ്പെടുത്തുകയാണ്. ഇവൻ ആരെന്നറിയോ? യഹൂദന്മാരുടെ രാജാവായി ഞാൻ അവതരിപ്പിക്കുന്ന ഇവൻ ആരെന്നറിയോ? ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഇവൻ ദാവീദിൻ്റെ സന്തതിയാണ്. അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഇവൻ ദാവീദിൻ്റെ സന്തതിയാണ്. രണ്ടുപേരെ പറയുകയാണ്, അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഇവൻ ദാവീദിൻ്റെ സന്തതിയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്, ദാവീദ് രാജാവ്. രാജാവാകുന്ന ദാവീദിന്റെ സന്തതി ഭിക്ഷക്കാരനല്ല, ദാവീദിന്റെ സന്താനം രാജാവുമാണ്. സോ അതുകൊണ്ട് ഒരു രാജകീയ പരിവേഷമൊക്കെ നൽകിയിട്ടാണ് യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവെന്ന് മത്തായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്.
പരിശുദ്ധാത്മാവ് യഹൂദന്മാരുടെ മുൻപിൽ യേശു കർത്താവിനെ സ്തോത്രം രാജാവായി അവതരിപ്പിക്കുമ്പോൾ സ്തോത്രം അതെ ആരുടെ അബ്രഹാമിക് റിലേഷനും അതുപോലെ സ്തോത്രം ഡേവിഡിക് ഡിസെൻഡൻസും വളരെ കൃത്യമായി വരച്ച് ചേർത്തിട്ടാണ് ആ ഡിസെൻഡിങ് ഓർഡർ പറഞ്ഞിട്ടാണ് സ്തോത്രം അതെ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്ന വംശാവലിയിൽ അബ്രഹാം എന്ന് പറഞ്ഞ് പിന്നെ ഇതാ സ്തോത്രം ആരാ ദാവീദ് എന്ന് പറഞ്ഞാണ് സ്തോത്രം ഇതാ യേശുവിനെ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് വിശേഷത്തിൽ യേശു മനുഷ്യനാണ്. ഞാൻ വീണ്ടും പറയും അടുത്ത പോയിന്റിൽ. സ്തോത്രം. ലൂക്കോസ് വിശേഷത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ പാരമ്പര്യം വേണ്ട, ദാവീദിന്റെ പാരമ്പര്യം വേണ്ട, അവിടെ ആദാമിന്റെ വംശാവലിയാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 3 ആദാമിന്റെ വംശാവലിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആദാം മനുഷ്യനാണ്. അബ്രഹാം സാധാ മനുഷ്യനല്ല. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാമിൽ നിന്നാണ് രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ സ്തോത്രം പുറപ്പെട്ടത്. എന്നാൽ സ്തോത്രം അതെ അവന് അബ്രഹാമിൽ നിന്ന് വന്നതായ പ്രവാചകനല്ല, അബ്രഹാമിൽ നിന്ന് വന്ന സാധാ പുരോഹിതനുമല്ല. അഫ്കോഴ്സ് അവൻ പ്രവാചകന്മാരിൽ ഏറ്റവും ശക്തനാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ്, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പക്ഷേ അതിലുപരി മത്തായിയുടെ സ്തോത്രം അതെ പ്രസന്റേഷൻ, ഹി ഈസ് ദ കിങ് ഓഫ് ജ്യൂസ് ഓർ ഹി ഈസ് ദ കിങ് ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ്. അതുകൊണ്ടാണ് സ്തോത്രം അതെ ദാവീദിന്റെ പുത്രൻ എന്ന് കൂടെ അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ അവൻ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്തോത്രം ലൂക്കോസിൽ ആദാമിന്റെ പാരമ്പര്യം പറയുന്നു, മത്തായിൽ അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും പാരമ്പര്യം പറയുന്നു. എന്നാൽ മർക്കോസിൽ അവൻ ദാസനാണ്. നമ്മുടെ വീട്ടിൽ കാറ് കഴുകാൻ ഒരുത്തനെ പിടിച്ചു നിർത്തിയെന്നിരിക്കട്ടെ. ഇപ്പോൾ ആ പുള്ളിയെ കണ്ടിട്ട് വർഷങ്ങളായി. കാരണം ലോക്ക്ഡൗൺ ആണ്, എൻ്റെ കാറ് ഭയങ്കര അഴുക്കാണ്. ഹല്ലേലൂയ. കാറ് കഴുകാൻ ആളോ ഇല്ല. അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യാൻ ഒരാളിനെ നമ്മൾ വിളിച്ച് നിർത്തിയെന്നിരിക്കട്ടെ. വിജിത്തെ വന്ന് സ്തോത്രം അതെ ആ വീട് ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പിടിച്ചു നിർത്തുകയാണ്. ഞാനവനെ നോക്കുന്നത് സ്തോത്രം അവൻ്റെ ജോലി മാത്രം ഞാൻ നോക്കിയാൽ മതി. അവൻ എത്രത്തോളം എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നു, എത്രത്തോളം അവൻ ജോലി ചെയ്യുന്നു എന്ന് മാത്രം, എൻ്റെ കൈ മാത്രം, ഒരു ദാസൻ്റെ കൈ മാത്രം ഞാൻ നോക്കിയാൽ മതി. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട. നിൻ്റെ അപ്പൻ ആരായിരുന്നു, നിൻ്റെ വലിയപ്പച്ചൻ എങ്ങനെയായിരുന്നു, നിൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു, നിൻ്റെ കുടുംബത്തിൽ ആരെയും വിഷമടിച്ചിട്ടുണ്ടോ, നിൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ശാപമുണ്ടോ, നിൻ്റെ കുടുംബത്തിൽ എല്ലാവരും നന്നായിരുന്നോ, എക്സെട്രാ എക്സെട്രാ. നിൻ്റെ കഴിഞ്ഞ തലമുറയും 4 തലമുറയ്ക്ക് അപ്പുറമുള്ളതായ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് നോക്കണ്ട. അതുകൊണ്ടാണ് ദാസന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മർക്കോസ് സൈലന്റ് ആയിരിക്കുന്നത്. ദാസന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മർക്കോസ് ഒന്നും പറയുന്നില്ല. ഡയറക്റ്റായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമെന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകനെയും കടന്നു വന്ന് സ്നാനപ്പെടുന്ന യേശുവിനെ ഡയറക്റ്റായി ദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സ്തോത്രം. ദാ ഒരു ദാസൻ വരുന്നേ, ഇതാ ഒരു ദാസൻ വരുന്നേ എന്ന് പറഞ്ഞ അവൻ്റെ മേൽ ദൈവത്തിന് ആത്മ ഇറങ്ങുന്നേ എന്ന് പറഞ്ഞ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ മത്തായിൽ അങ്ങനെയല്ല. 1, 2, 3 അധ്യായമൊക്കെ കഴിഞ്ഞിട്ടാണ് അവനിതാ 3-ാം അധ്യായത്തിൽ വന്ന് സ്നാനപ്പെടുന്നത്. സിമിലർ സ്തോത്രം ലൂക്കോസ് വിശേഷത്തിന് 1, 2 സ്തോത്രം 3-ാമത്തെ അധ്യായത്തിലാണ് അവൻ വന്ന് സ്നാനപ്പെടുന്നത്. പക്ഷെ മർക്കോസിൽ അങ്ങനെയല്ല. ആദ്യത്തെ 10-ാം വാക്യത്തിൽ തന്നെ അവനിതാ സ്നാനപ്പെടുകയാണ്. ദാസനെ കുറിച്ച് യാതൊന്നും സ്തോത്രം പറയേണ്ട കാര്യമില്ല. മർക്കോസിൽ അവൻ ആരാണ്? മർക്കോസിൽ അവൻ ദാസനാണ്. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 45-ാം വാക്യമാണ് അവൻ ദാസൻ എന്ന് പറയുന്നതായ താക്കോൽ വാക്യം. മർക്കോസ് 10:45. മർക്കോസ് 10:45 മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ശുശ്രൂഷിപ്പാൻ അവൻ വന്നിരിക്കുന്നു. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു വാക്യം മത്തായിലുമുണ്ട്. 20:28 അവൻ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മത്തായി 20:28, മർക്കോസ് 10:45. യേശു ആരാണ്? ദാസനാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ വേദപുസ്തകം പറയുന്നു. ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. 7-ാം വാക്യം പറയുന്നു സ്തോത്രം വിചാരിക്കാതെ ദാസരൂപമെടുത്ത്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ രൂപത്തിൽ യേശു വന്നു? ദാസരൂപത്തിൽ. ആസ് എ സെർവന്റ്, ടേക്കിംഗ് ദ ഫോം ഓഫ് എ സെർവന്റ്. ഒരു സെർവന്റായി, ഒരു ദാസനായി യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. തമിഴ് ബൈബിൾ പറയുന്നു അടിമയിൻ രൂപത്തിൽ, അടിമയിൻ വേഷത്തിൽ, അടിമയായി യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. എന്തിനു വേണ്ടി അവൻ അടിമയായി? സഹോദരങ്ങളെ, എന്തുകൊണ്ട് അവൻ അടിമയായി വന്നു? നിന്റെ അടിമത്ത ചങ്ങലകൾ, നിന്റെ അടിമത്ത നുഖങ്ങൾ അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഉടയ്ക്കപ്പെട്ട് ദൈവകൃപയാൽ നീ ഞാൻ സ്വതന്ത്രനാകാൻ
സ്വതന്ത്രനാകാൻ. അതിനുവേണ്ടിയാണ് അവൻ സ്തോത്രം അടിമയായി യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത്. ഈ മർക്കോസ് എഴുതുകയാണ്, അവൻ ദാസനാണ്. ഇതാർക്ക് വേണ്ടിയാണ് ഈ മർക്കോസ് എഴുതിയത്? റോമക്കാർക്ക് വേണ്ടിയാണ് എഴുതിയത്. റോമൻ പട്ടണത്തിലിരുന്നാണ് എഴുതിയത്. റോമൻ സാമ്രാജ്യം അന്നത്തെ ഏറ്റവും ബൃഹത്തായ സാമ്രാജ്യമാണ്. ആ റോമൻ സാമ്രാജ്യത്തെ ഇരുന്നാണ് സ്തോത്രം ഇതാ ഈ ജോൺ മർക്കോസ് എഴുതുന്നത്. സ്തോത്രം അതെ, ദാസനെന്ന് എഴുതുകയാണ്. എന്താണ് അവൻ എഴുതിയിരിക്കുന്നത്? അവൻ എഴുതിയത് ദാസന്റെ പണിയെ എഴുതിയിരിക്കുകയാണ്, ദാസന്റെ പ്രവർത്തികൾ എഴുതിയിരിക്കുകയാണ്. മർക്കോസ് സുവിശേഷത്തിന്റെ ഓരോ പാരഗ്രാഫും ഓരോ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ദാസന്റെ പ്രസംഗമല്ല അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. മത്തായി സുവിശേഷത്തിൽ രാജാവിന്റെ അരുളപ്പാടാണ് ഹൈലൈറ്റ് ചെയ്തത്. ഇത് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ഇത് കേട്ടിട്ട് വേണം എനിക്കിനി വിലപ്പെടുത്താൻ. കമോൺ, ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ രാജാവിന്റെ സ്തോത്രം അരുളപ്പാടുകൾ, രാജാവിന്റെ പ്രിൻസിപ്പിൾ, രാജാവിന്റെ കിങ്ഡം പ്രിൻസിപ്പിളാണ് ഹൈലൈറ്റ് ചെയ്തെങ്കിൽ മർക്കോസ് വിശേഷത്തിൽ സ്തോത്രം ദാസന്റെ പണിയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തെക്കാൾ, ലൂക്കോസിനേക്കാൾ, യോഹന്നാനേക്കാൾ കർത്താവ് യേശുവിൻ്റെ കൈയുടെ പ്രവൃത്തികൾ, അവൻ എങ്ങനെ സൗഖ്യമാക്കി, അവൻ എങ്ങനെ കടൽ മുകളിൽ നടന്നു, അവൻ എങ്ങനെ ഭൂതത്തെ പുറത്താക്കി, അവൻ എങ്ങനെ മരിച്ചവരെ എണീപ്പിച്ചു എന്ന് യേശുവിൻ്റെ അത്ഭുതങ്ങൾ, യേശുവിൻ്റെ വീര്യപ്രവൃത്തികൾ, കർത്താവിലൂടെ നടന്നതായ അടയാളങ്ങളെല്ലാം ഗംഭീരമായി സ്തോത്രം അത് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അത്ഭുതങ്ങൾ വായിച്ച് സ്തോത്രം രോമാഞ്ചമണിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടത് മർക്കോസ് സുവിശേഷമാണ്. ഒരിക്കൽ കൂടെ, അത്ഭുതങ്ങൾ വായിച്ച് സന്തോഷിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ മർക്കോസ് സുവിശേഷമാണ് സ്തോത്രം നിങ്ങൾ വായിക്കേണ്ടത്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ, യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എഴുതി കാണുന്നത് മർക്കോസ് സുവിശേഷം. നമ്പർ 3, മൂന്നാമത്തെ സ്തോത്രം സുവിശേഷമാണ് ലൂക്കോസ് സുവിശേഷം. മൂന്നാമത്തെ സുവിശേഷമാണ് ലൂക്കോസ് സുവിശേഷം. മൂന്നാമത്തെ സുവിശേഷമാകുന്ന ലൂക്കോസ് സുവിശേഷം ഒരു 2 അധ്യായമായിട്ടാണ് സ്തോത്രം ലൂക്കോസ് 2 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി, അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം. 2 ഭാഗങ്ങൾ എന്ന് പറയാം, 2 ചരിത്രങ്ങൾ. ഒന്നാമത്തെ ചരിത്രം ലൂക്കോസ് വിശേഷം, ലൂക്കോസ്, ഡോക്ടർ ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഡോക്ടർ ലൂക്കോസ്. ഏതോ ഡോക്ടർമാരെ എന്നെ തുറച്ചു നോക്കി. സ്തോത്രം അതെ, ഡോക്ടർ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് എഴുതിയിരിക്കുന്നു. സ്തോത്രം അതെ, ലൂക്കോസ് വിശേഷം. അതുകൊണ്ടാണ് ഹീലിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൂക്കോസിൽ കാണുവാൻ കഴിയുന്നത്. എങ്ങനെ സൗഖ്യമാക്കി, എങ്ങനെ സൗഖ്യമാക്കി. ഒരു വൈദ്യൻ സൂക്ഷ്മതയോടെ നോക്കുന്നത് പോലെ വൈദ്യനാകുന്ന ലൂക്കോസ് നോക്കുമ്പോൾ ഹീലിംഗ് ഡീറ്റെയിൽസ്, ഹീലിംഗിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും നിങ്ങൾക്ക് ലൂക്കോസ് വിശേഷത്തിൽ കാണുവാൻ കഴിയും. പക്ഷേ അതേ സമയത്ത് ലൂക്കോസ് സ്തോത്രം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് യേശു കർത്താവ് മനുഷ്യനാണ്. യേശു സ്തോത്രം ദൈവ മനുഷ്യനാണ്. അങ്ങനെയാണ് എഴുതേണ്ടത് യഥാർത്ഥത്തിൽ. സ്തോത്രം മാൻ ഗാഡ്, ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. എന്തിനു വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി. ദൈവം കാട്ടുപോത്തായി വന്നില്ല, ദൈവം കൊരങ്ങനായി വന്നില്ല, ദൈവം കാർമേഘം കാണുമ്പോൾ പീൽ വിടർത്തുന്ന മയിൽ പീലിയായി വന്നില്ല. ബില്ലിഗ്രഹം എന്ന ദൈവത്തിൻ്റെ ദാസൻ ഒരു ദിവസം തൻ്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറുമ്പുകൾ ഇങ്ങനെ വരിയായി പോകുന്നു. അദ്ദേഹത്തിന് സന്തോഷം തോന്നി. നിരനിരയായി ഉറുമ്പുകൾ പോകുന്നു. പക്ഷേ ഒരു കുറേ ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഉറുമ്പിൻ്റെ വഴി തെറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖം തോന്നി. അയ്യോ, ഉറുമ്പ് വഴിതെറ്റിയിരിക്കുന്നു. അത് എന്ത് ചെയ്തെന്നറിയാമോ? ആ ഉറുമ്പുകളിൽ വഴിതെറ്റിപ്പോയ ഉറുമ്പുകളെ എല്ലാറ്റിനെയും പിടിച്ച് അതിൻ്റെ നേരെയുള്ള വരികളിൽ നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അത് എത്രത്തോളം ശ്രമിച്ചോ, ഒന്നിനെ പിടിക്കുമ്പോൾ 16 തെറ്റുന്നു, 16 പിടിക്കുമ്പോൾ 156 തെറ്റുന്നു. അദ്ദേഹം ചിന്തിച്ച, അയ്യേ, എൻ്റെ ഭാഷ, എൻ്റെ ശ്രമം, എൻ്റെ ഉദ്യമം ഉറുമ്പിന് മനസ്സിലാകുന്നില്ല, എൻ്റെ ഉദ്യമം ഉറുമ്പിന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാനൊരു ഉറുമ്പായിരുന്നെങ്കിൽ, ബില്ലിഗ്രാമിൻ്റെ വാക്ക്, ഞാനൊരു ഉറുമ്പായിരുന്നെങ്കിൽ, നിങ്ങൾ എവിടാ പോകണ്ടേ, അങ്ങോട്ട് ഞാൻ വഴി കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നാൽ മതി. ഫോളോ മീ, എൻ്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞ് ഞാൻ മുന്നിൽ നടന്നാൽ മതി. ഉറുമ്പാകുന്ന ഞാൻ മുന്നിൽ നടന്നാൽ സ്തോത്ര ഉറുമ്പുകൾക്കെല്ലാം എൻ്റെ പിന്നാലെ വരാം.
യേശു കർത്താവ് മൃഗമായിട്ടോ പക്ഷിയായിട്ടോ അല്ല കടന്നു വന്നത്, വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്നിട്ട് അനുപ്രകാരം പറഞ്ഞു, ഫോളോ മീ, എന്നെ നിങ്ങൾ പിന്തുടര്, എന്നെ നിങ്ങൾ പിന്തുടര്. നിങ്ങൾ ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഗ്രാമത്തിൽ ഏത് പട്ടണത്തിൽ എവിടെ നിങ്ങൾ സ്തോത്രം ജീവിച്ചാലും ജീവിതത്തിൽ നിങ്ങൾ മോക്ഷം പ്രാപിപ്പാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, സന്തോഷം പ്രാപിപ്പാൻ, സമാധാനം പ്രാപിക്കാൻ, കമോൺ, ഇന്ന് രാത്രി യേശുവിനെ ഫോളോ ചെയ്താട്ടെ, യേശുവിനെ പിന്തുടർന്നാട്ടെ. അടുത്തുകിടാത്ത പ്രകാശത്തിൽ അധിവസിക്കുന്നവനായ ദൈവം സ്തോത്രം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നു. സ്തോത്രം മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എന്താ കർത്താവെ കാണാതെ പോയത്? ലോട്ടറി ടിക്കറ്റാണോ കർത്താവെ? കോവിഡ് കാലത്താണ് കർത്താവെ സർട്ടിഫിക്കറ്റ് കാണാനില്ല, പാസ്പോർട്ട് കാണാനില്ല, പലർക്കും പലതും കാണാനില്ല. പക്ഷേ മനുഷ്യൻ ദൈവം പറയും പൈസയല്ല കാണാതെ പോയത്. സ്തോത്രം, അതെ, ധനമല്ല കാണാതെ പോയത്, ലോകത്തിൻ്റെ എന്തെങ്കിലും സമ്പത്തല്ല കാണാതെ പോയത്. ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് ധനമല്ല, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഡിഗ്രിയല്ല, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിന്റെ ആത്മാവാണ്. നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടോ മുഴുവൻ പോയി. ആത്മാവ് കിട്ടിയോ സകലതും കിട്ടി. സകലത നേടിയിട്ട് നിന്റെ ആത്മാവ് പോയാൽ പിന്നെ എന്ത് പ്രയോജനം? അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് ചോദിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം, ദൈവത്തിനൊരു കാര്യം കാണാതെ പോയി, കളഞ്ഞുപോയി. ദൈവത്തിനൊരു കാര്യം കളഞ്ഞുപോയി. ദൈവത്തിന് കളഞ്ഞുപോയത് സ്വർഗത്തിൽ കയറാനുള്ളതായ ഫ്രണ്ട് ഡോറിൻ്റെ താക്കോലല്ല ദൈവത്തിന് കളഞ്ഞുപോയത്. ദൂതന്മാരെ ആകുന്നതായ അഗ്നിജ്വാലയ്ക്കത്ത ആ ദൂതന്മാരെ സ്റ്റാർട്ട് ചെയ്യുന്ന താക്കോലല്ല ദൈവത്തിന് കളഞ്ഞുപോയത്. ദൈവത്തിന് കളഞ്ഞുപോയത് ഒരു താക്കോലും ദൈവത്തിന് കളയത്തില്ല. ദൈവത്തിന് കളഞ്ഞുപോയത് മനുഷ്യനെ കളഞ്ഞുപോയി. മനുഷ്യൻ കളഞ്ഞുപോയി. അതുകൊണ്ട് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ? ഒറിജിനൽ ടെക്സ്റ്റ് പറയുന്നത് ദൈവം നിലവിളിച്ചു. ദൈവം നിലവിളിച്ചു, ആദാമേ, ആദാമേ, ഭയങ്കര പ്രതീക്ഷയോടെ നിന്നെ ഞാൻ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. പക്ഷെ എനിക്ക് കയറാൻ പറ്റാത്ത പാപമണ്ഡലത്തിൽ നീ പ്രവേശിച്ചു. ഞാൻ വിശുദ്ധനാണ്. വിശുദ്ധിയിൽ ഭയങ്കരനാകുന്ന എനിക്ക് ആ പാപമണ്ഡലത്തിൽ അശുദ്ധ കമ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ വിശുദ്ധനായിപ്പോയി. ഞാൻ വിശുദ്ധനാണ്. പക്ഷെ നീ പാപം ചെയ്തപ്പോ, നീ പാപം ചെയ്ത് എന്നിൽ നിന്ന് നീ അകന്നു പോയി. ദൈവം കരഞ്ഞു. രാത്രിയും ആരോ പാപം ചെയ്യുമ്പോൾ ദൈവം കരയുന്നു. രാത്രിയും ആരോ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റുമ്പോൾ ദൈവം കരയുന്നു. ഗെത്സമനെ തോട്ടത്തിൽ ആ കർത്താവ് കരഞ്ഞു. ക്രൂശിലും ആ കർത്താവ് കരയുന്നു. ഈ കൊറോണ കാലത്തും മാനവജാതിയെ നോക്കി കർത്താവ് കരയുന്നു. ആരോ ഇന്ന് രാത്രി പറയുമായിരിക്കും, എന്ന് ഞാൻ മാത്രം കരയുന്നു. നോ, നീ മാത്രമല്ല കരയുന്നേ. തമ്പുരാൻ പറയുന്നു, ഒരു കമ്പനി തരട്ടെ, ഒരു കമ്പനി തരേ, നിനക്ക് ഞാൻ ഒരു കമ്പനി തരേ. ഞാനും കരയുക. എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ കരയുക. പിന്മാറ്റത്തിൽ പോയവരെ നോക്കി ഞാൻ കരയുക. വിളിയും തിരഞ്ഞെടുപ്പും കളഞ്ഞവർ, പണത്തെ സ്നേഹിച്ച് അഭിഷേകം കളഞ്ഞവർ, സ്ഥാനത്തെയും മാനത്തെയും സ്നേഹിച്ച് എന്നെ കളഞ്ഞിട്ട് പോയവർ, എൻ്റെ ശുശ്രൂഷ കളഞ്ഞവർ, അവരെ നോക്കി ഞാൻ നിലവിളിക്കുക. ക്രൂശിൽ അവൻ കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവാത്മാവുള്ള ചിലരെങ്കിലും ഇന്ന് രാത്രി കർത്താവിൻ്റെ നിലവിളി ഒന്ന് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. മനുഷ്യൻ ദൈവത്തിന് കളഞ്ഞു പോയി. സ്തോത്രം, നീ എവിടെ? അതുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി ദൈവം കടന്നു വന്നു. അതാണ് ലൂക്കോസ് സുവിശേഷത്തിൻ്റെ ദൂത്. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ ദൂത്, സ്തോത്രം, അവൻ മനുഷ്യനായി ഈ ലോകത്തിൽ സ്തോത്രം കടന്നു വന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ കളഞ്ഞുപോയ ആട്, കളഞ്ഞുപോയ ദ്രഹ്മ, കളഞ്ഞുപോയ മകൻ, 3 സ്തോത്രം ഉപമ ലൂക്കോസ് സുവിശേഷത്തിൽ ഒറ്റ ചാപ്റ്ററിൽ, ഒറ്റ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതായി ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് 15-ൽ 3 കാര്യം കളഞ്ഞു. കാരണം കളഞ്ഞു പോയതിനെ, നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിപ്പാൻ വേഷത്തിൽ മനുഷ്യനായി
യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. അവൻ മനുഷ്യപുത്രനാണ്. മനുഷ്യൻ്റെ സകല വികാരങ്ങളും അവൻ ഉൾപ്പെട്ടു. അതുകൊണ്ടാണ് ലൂക്കോസ് വിശേഷത്തിൽ സ്തോത്രം, മർക്കോസിൽ ദാസനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ ജോലി എന്ന് നോക്കിയാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ വേല, എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തി, അത് മാത്രം മർക്കോസിൽ നോക്കിയാൽ മതി. മത്തായിൽ അവൻ എന്തോ പറഞ്ഞു, സിംഹം കാട്ടിൽ ഗർജിച്ചു, രാജാവ് നാട്ടിൽ പറഞ്ഞു, എന്തോ പറഞ്ഞു എന്ന് നോക്കിയാൽ മതി. എന്നാൽ ലൂക്കോസിൽ അവൻ മനുഷ്യനായതുകൊണ്ട് വാട്ട് ഹി ഫെൽറ്റ്, അവൻ എന്തനുഭവിച്ചു, അതാണ് ലൂക്കോസിൽ യേശുവിനെ നമുക്ക് കാണുന്നത്. അവൻ എന്തനുഭവിച്ചു. അവൻ നടന്നു, അവൻ ക്ഷീണിച്ചു, അവൻ വിശന്നു, അവൻ അതിശയിച്ചു, അവൻ കോപിച്ചു. എന്തൊക്കെ നമ്മൾ സ്തോത്രം, അതെ, മാനുഷിക വികാരങ്ങൾ ലൂക്കോസ് വിശേഷത്തിൽ കാണുകയാണ്. ദൈവം നടന്ന് ക്ഷീണിച്ചു എന്ന് പറയോ? നോ, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന് ക്ഷീണമില്ല. ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മുടെ അയൺ ഡോം, ആ ദൈവമാണ് നമ്മുടെ സംരക്ഷണ. ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പപ്പായെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയാലും കർത്താവ് പറയും, മക്കൾ ഉറങ്ങിക്കോ, ഞാൻ ഉറങ്ങാതെ നിന്നെ നോക്കിക്കൊള്ളാം. കർത്താവ് നിന്നെ സംരക്ഷിക്കുന്നവനാണ്. എന്നാൽ സ്തോത്രം, വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ അവൻ നടന്നു, അവൻ ക്ഷീണിച്ചു, അവൻ കരഞ്ഞു, ഗെത്സമനെ തോട്ടത്തിൽ നിലവിളിച്ചു, അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളിയായി തീർന്നു. ആൻഡ് സോ ഓൺ. സ്തോത്രം, അവന് എന്തോ ഫീൽ ചെയ്തു. അതാണ് സ്തോത്രം ലൂക്കോസ് എഴുതിയത്, അവൻ മനുഷ്യപുത്രൻ. എന്നാൽ ലൂക്കോസ് ആർക്ക് വേണ്ടിയാണ് എഴുതിയത്? ലൂക്കോസ് വിശേഷം എഴുതിയത് ജാതികൾക്ക് വേണ്ടിയാണ് എഴുതിയത്. ജാതികൾക്ക് വേണ്ടി, ഗ്രീക്ക് ജാതികൾക്ക് വേണ്ടിയാണ് എഴുതിയത്. ഞാൻ മിഷണറി കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. മിഷൻ വർക്കിന് വേണ്ടി വിളിയും തിരഞ്ഞെടുപ്പുമുള്ള സഹോദരന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഏതൊരു ദേശത്തിലാണോ നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്, ആ ദേശക്കാരെ നിങ്ങൾ സ്നേഹിക്കാതെ ഒരിക്കലും സ്തോത്രം അവരെ നിങ്ങൾക്ക് ദൈവകൃപയിൽ ഉറപ്പിച്ച് വളർത്തി കർത്താവിൻ്റെ കൃപയിൽ തഴപ്പിപ്പാൻ കഴിയത്തില്ല. അവരെ പോലെ തന്നെ റിലേറ്റ് ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് സ്തോത്രം, അത് ഡോക്ടർ തോമസ് മാത്യു എന്നു പേരുള്ളതായ ദൈവത്തിൻ്റെ ദാസൻ, ഉദയ്പൂര് ഫിലദൽഫിയ ചേർച്ചിൻ്റെ ലീഡർ. അദ്ദേഹം സ്തോത്രം ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും സക്സസ്ഫുൾ മിഷണറിമാരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ തോമസ് മാത്യു. 1997 മുതൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയം വരെയും തന്നോടൊപ്പം വർഷങ്ങൾ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്, നവാപൂർ കൺവെൻഷൻ ഉൾപ്പെടെ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്തോത്രം, ഒരു ഹിന്ദിക്കാരൻ അടുത്ത് നിൽക്കുന്നെങ്കിൽ, ഒരു ഗുജറാത്തി ആകട്ടെ, മഹാരാഷ്ട്രനാകട്ടെ, രാജസ്ഥാനിയാകട്ടെ, ഗുജറാത്ത് ആരാണെങ്കിലും ഒരു ഹിന്ദിക്കാരൻ അടുത്ത് നിൽക്കുന്നെങ്കിൽ പുള്ളി ഒരിക്കലും മാവേലിക്കര മലയാളം പറയത്തില്ല. കാരണം മലയാളം പറഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല. അയ്യോ, എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സ്തോത്രം, അത് എന്നോട് പറഞ്ഞു, സുരേഷേ, നീ മലയാളത്തിൽ പ്രസംഗിക്കല്ല. നോർത്ത് ഇന്ത്യക്കാരെ നീ നേടണമെങ്കിൽ സ്തോത്രം നീ മലയാളത്തിൽ പ്രസംഗിക്കില്ല. കാരണം നിൻ്റെ സാമ്പാർ വിളമ്പുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർ പറയും, സ്തോത്രം, നമുക്കിത് വേണ്ട, നീ മദ്രാസിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, അത് ഹിന്ദിക്കാരെ നേടാൻ ഹിന്ദിക്കാരെ പോലെ, പഞ്ചാബിയെ നേടാൻ പഞ്ചാബിയെ പോലെ. പാപിയെ നേടാൻ പാപം ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം, അങ്ങനെ ആരും വ്യാഖ്യാനിക്കല്ലേ. എന്നാൽ അതേ സമയത്ത് സ്തോത്രം, അതെ, ഫോർ ഗ്രീക്ക് ഐ ബിക്കം ഗ്രീക്ക് ആൻഡ് ഫോർ ജ്യൂ ഐ ബിക്കം ജ്യൂ. പൗലൂസ് പറഞ്ഞിരിക്കുകയാണ്, യവനനെ നേടാൻ ഞാൻ യവനനായും, ബാക്കി പറ, ബർബരനെ നേടാൻ യഹൂദനെ നേടാൻ ഞാൻ യഹൂദനായും. ഒരിക്കൽ കൂടെ, യഹൂദനെ നേടാൻ ഞാൻ യഹൂദനായും, സ്തോത്രം, യവനനെ നേടാൻ ഞാൻ യവനനായും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ടെമ്പോ. അതുകൊണ്ട് സ്തോത്രം, ജാതികളുടെ നടുവിൽ യേശു കർത്താവിനെ അവതരിപ്പാൻ ജാതിയിൽപ്പെട്ട ഒരു എഴുത്തുകാരനെ തന്നെ പരിശുദ്ധാത്മ തിരഞ്ഞെടുത്തു. അവനാണ് ലൂക്കോസ് ജാതിയിൽപ്പെട്ടവനാണ്. ലൂക്കോസ് യഹൂദനല്ല. ബാക്കിയുള്ള സകല സ്തോത്രം എഴുത്തുകാരും വേദപുസ്തകത്തിൽ സ്തോത്രം യഹൂദനാണ്. മോശയാകട്ടെ, ദാവീദാകട്ടെ, ശലോമോനാകട്ടെ, ബാക്കിയുള്ള ശമൂവേലാകട്ടെ, എല്ലാവരും യഹൂദന്മാരാണ്. ഈവൻ പൗലൂസ് അപ്പോസ്തലൻ, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, എല്ലാവരും യഹൂദനാണ്. പക്ഷേ സ്തോത്രം, ലൂക്കോസ് മാത്രം ജാതിയിൽപ്പെട്ടവൻ. കാരണം അവൻ ജാതിക്ക് വേണ്ടിയാണ് എഴുതിയത്. അവൻ ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് ജാതിക്കാർക്ക് സ്തോത്രം കുറച്ചുകൂടെ അവൻ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, അവൻ എഴുതിയത്, ഇവൻ സ്തോത്രം ആരാണ്? ഇവൻ ദൈവത്തിൻ്റെ മനുഷ്യപുത്രനായി കടന്നു വന്നതായ ദൈവമാണ്. മനുഷ്യപുത്രനായി കടന്നു വന്ന ദൈവത്തിന്. ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം നോക്കിയേ. സ്തോത്രം, ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം അതിൻ്റെ എത്രാമത്തെ 38-ാം വാക്യം. സ്തോത്രം, അത് അതിൻ്റെ അവസാന ഭാഗം മാത്രം ഞാൻ വായിക്കട്ടെ. ആദം ദൈവത്തിൻ്റെ മകൻ,
ആദം ദൈവത്തിന്റെ മകൻ. പക്ഷെ ആ വംശാവലിയുടെ ഏറ്റവും മുകളിൽ എഴുതി കാണുന്നത് സ്തോത്രം കർത്താവ് യേശു ക്രിസ്തു, അതെ, മറിയയുടെ മകൻ എന്ന് വളരെ കൃത്യമായി തന്നെ അവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ലൂക്കോസ് യേശു മനുഷ്യനെന്ന് സ്തോത്രം വെളിപ്പെടുത്തി. അവൻ മനുഷ്യനാണ്, ജാതികൾക്ക് വേണ്ടി എഴുതി. മനുഷ്യൻ എന്താണ് ഫീൽ ചെയ്തത്? നമ്പർ 4, നാലാമതായി നിങ്ങൾക്ക് കാണുന്നതാണ് സ്തോത്രം യേശു കർത്താവ് ദൈവപുത്രൻ. അത് ആരെഴുതിയിരിക്കുന്നു? യോഹന്നാൻ സുവിശേഷൻ എഴുതിയിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയിരിക്കുന്നു യേശു ദൈവപുത്രൻ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷൻ എഴുതിയതിൻ്റെ കൃത്യതയെക്കുറിച്ച്, ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഏതെഴുതിയിരിക്കുന്നു? യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തു. യേശു ആരാണ് പറഞ്ഞാട്ടെ? യേശു ദൈവപുത്രനാകുന്ന ക്രിസ്തു. മത്തായിയിൽ ആരാണ്? അവൻ സ്തോത്രം രാജാവാണ്. മർക്കോസിൽ ആരാണ്? അവൻ ദാസനാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, അവൻ ദാസനാണ്. ലൂക്കോസിൽ ആരാണ്? സ്തോത്രം മറിയയുടെയും യോസഫിൻ്റെയും വംശാവലിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പറഞ്ഞ് അവൻ മനുഷ്യനാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ സാധാരണ വ്യക്തിയല്ല. വെളിപ്പാട് 3:7 അവസാനത്തെ മുഖമാകുന്ന 4-ാമത്തെ മുഖം പറഞ്ഞു കഴുകമുഖം. 4-ാമത്തെ മുഖം പറഞ്ഞു കഴുകമുഖം. 4-ാമത്തെ മുഖം പറഞ്ഞു കഴുകമുഖം. കഴുകമുഖം. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ മുഖമാണ്? കഴുകമുഖം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. സിംഹം നടക്കുന്നു, കാള നടക്കുന്നു, മനുഷ്യൻ നടക്കുന്നു. മറ്റു 3 അടയാളങ്ങൾ മണ്ണിൽ നടക്കുമ്പോൾ ഒന്ന് മാത്രം വാനത്തിൽ പറക്കുന്നു. അവന്റെ പേരാണ് കഴുകൻ. അർത്ഥം സ്തോത്രം രാജാവ് ഭൂമിയിലാണ്, അതെ, ദാസൻ ഭൂമിയിലാണ്, മനുഷ്യൻ ഭൂമിയിലാണ്, എന്നാൽ ദൈവം സ്വർഗത്തിലാണ്. ഓ ഗ്ലോറി. ദൈവം സ്വർഗത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്തോത്രം യേശു ദൈവപുത്രൻ എന്ന് എഴുതി കാണുന്നതായ സുവിശേഷമാണ് സ്തോത്രം യോഹന്നാൻ സുവിശേഷം. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു കർത്താവ് ദൈവപുത്രൻ എന്ന് പറയുന്നതായ ധാരാളം ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. പിതാവിനെ കാണിച്ചു തരണം, പിതാവിനെ കാണിച്ചു തരണം, പിതാവിനെ കാണിച്ചു തരണം. ആ ചോദ്യം ഇതാ ശിഷ്യന്മാരിൽ നിന്നും പുരുഷാർത്ഥത്തിൽ നിന്നും ഇതാ ഉയരുമ്പോൾ യെരൂശലേം ടെമ്പിൾ കോംപ്ലക്സിൽ വെച്ച്, സ്തോത്രം, അതെ, മാളിക മുറിയിൽ വെച്ച്, മാളിക മുറിയിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ അവസാന വാക്കുകൾ ഒന്നായി പറയുന്നു. അഫ്കോഴ്സ് യെരൂശലേം ദേവാലയത്തിന് അരികിലൂടെ അവർ നടക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ എൻ്റെ പ്രസ്ഥാനത്തെ കണ്ടിരിക്കുന്നു എന്നല്ല യേശു പറഞ്ഞത്. എന്നെ കണ്ടവൻ എൻ്റെ സംഘടനയെ കണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ യേശു ആരെ കാണിച്ചു? യേശു പലരും തങ്ങളുടെ സംഘടനയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്തോത്രം. പലരും തങ്ങളുടെ സമുദായത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ സ്തോത്രം യേശു കർത്താവ് പിതാവായ ദൈവത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കമോൺ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യാനുണ്ടോ? വാ, സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യാന്നേ. അടുത്തിരിക്കുന്നവരെ അവരോട് നോക്കി ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെ റെപ്രസെന്റ് ചെയ്യും? ചോദിക്കേ, നിങ്ങൾ ആരെ റെപ്രസെന്റ് ചെയ്യും? മർത്തോമക്കാരുണ്ട്, CSIക്കാരുണ്ട്, സ്തോത്രം, കാത്തലിക്സ് ഉണ്ട്, പെന്തക്കോസ്റ്റലുണ്ട്. നമുക്ക് നല്ല നല്ല ലീഡർഷിപ്പ് ഉണ്ട്, നല്ല സംഘടനയുണ്ട്. ഞാൻ ആരെയും വെട്ടിക്കുകയല്ല, ആരെയും വേദനിപ്പിക്കുകയല്ല. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഈ തലമുറയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തെ നമുക്ക് പ്രതിനിധീകരിക്കാം. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. വീണ്ടും യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം. സ്തോത്രം. മത്തായി മത്തായി എന്ന് വീണ്ടും പറയുന്നത്? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 10:30 പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. I and the Father are one. ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു. സഹോദരങ്ങളെ, ദൈവകൃപയാൽ യേശു ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അവൻ ദൈവത്തിൻ്റെ പുത്രൻ. ഈഗിൾ. സ്തോത്രം. കഴുകമുഖ. ഈ കഴുകൻ ആക്ച്വലി ഇടയ്ക്ക് കയറി വന്നതാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഞാനിത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നു. ഗെറ്റ് റെഡി. സ്തോത്രം. അതെ, ഗെറ്റ് റെഡി എന്ന് ഞാനിവിടെ പറഞ്ഞതാ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. സ്തോത്രം. അതെ, ദൈവകൃപയാൽ ഈ കഴുകമുഖം എന്ന് പറയുന്നത്
പെട്ടെന്ന് കയറി വന്നതാ. നിങ്ങൾ ആക്ച്വലി സ്തോത്രം ഈ 12 ഗോത്രങ്ങളുടെ സിംബലുകൾ, 12 ഗോത്രങ്ങളുടെ അടയാളങ്ങൾ നിങ്ങൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിലാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. സ്തോത്രം ഓരോ ഗോത്രങ്ങളെക്കുറിച്ച് ഇതാ യാക്കോബ് പ്രവചിക്കുന്നു. രൂബേനെക്കുറിച്ച്, ശിമെയോനെക്കുറിച്ച്, ലേവിയെക്കുറിച്ച്, അതുപോലെ യഹൂദയെക്കുറിച്ച്, ഇങ്ങനെ ഓരോ മക്കളെക്കുറിച്ച് താൻ പ്രവചിക്കുമ്പോൾ നീ ഇന്നവനെ പോലെയാണ്, നീ ഇന്നവനെ പോലെയാണ്, നീ ഇന്നവനെ പോലെയാണ് എന്ന് പറയുമ്പോൾ സ്തോത്രം ദാൻ എന്ന് പറയുന്ന ഗോത്രത്തെക്കുറിച്ച് യാക്കോബ് പ്രവചിക്കുന്നതായ സമയത്ത് ദാനെക്കുറിച്ച് പറയുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് വേഴ്സ് 16 ഉൽപ്പത്തി പുസ്തകം 49 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാൻ ഏതൊരു ഇസ്രായേലിയ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. They are the judges supposed to be. ദാൻ ഇസ്രായേലിയ ഗോത്രം പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യുക. ഈ ദാൻ ഗോത്രത്തിലെ സക്സസ് ആയ ഒരു ജഡ്ജസ് പറഞ്ഞേ, ദാൻ ഗോത്രത്തിലെ സക്സസ് ആയ ഒരു ജഡ്ജ്, ദാൻ ഗോത്രത്തിലെ സക്സസ് ആയ ഒരു ന്യായാധിപൻ, അവന്റെ പേരാണ് സിംസോൻ. ഏറ്റവും ശക്തൻ ദേവാലയത്തെ, ആരുടെ ദേവാലയത്തെ? സ്തോത്രം ഫെലിസ്ത്യന്റെ, പാലസ്റ്റൈന്റെ ദേവാലയത്തെ ഹല്ലേലൂയ പൊളിച്ചിട്ടവനാണ് സിംസോൻ. ആരെങ്കിലും ആ കൂട്ടരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നെങ്കിൽ തിരുവചനത്തിൽ ഞാൻ പറയുന്നു, സ്തോത്രം പണ്ട് അതേ ശിംശോൻ അവനെ നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ്. സ്തോത്രം എൻ്റെ ഹെഡ് ക്വാർട്ടറിനെ പൊളിച്ചിട്ടാണ് ദാൻ ഗോത്രത്തിലെ ശിംശോൻ കടന്നുപോയത്. ശിംശോൻ സ്തോത്രം ദാൻ ഗോത്രത്തിൽപ്പെട്ടവൻ. അവൻ ആരാണ്? ആ ഗോത്രത്തിനുള്ള വിളിയാണ്, അവർ ന്യായപാലകനാണ്. പക്ഷേ ഈ ദാന് ഇടയ്ക്ക് സംഭവിച്ചതായ വലിയൊരു തകർച്ചയുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവർക്കുള്ളതായ പ്രയോറിറ്റി, അവരുടെ പൊസിഷൻ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് വലിയ ദൂതുണ്ടായിരിക്കാം, വലിയ പ്രവാചകന്, കേരളത്തിൽ വലിയ പ്രവാചകന് കുലുങ്ങി ഗ്രൈൻഡർ കറങ്ങുന്നത് പോലെ കറങ്ങി മിക്സി അടിക്കുന്നത് പോലെ നിങ്ങളുടെ തലയിൽ അടിച്ചടിച്ചായിരിക്കാം ദൂത് പറഞ്ഞത്. പ്രയോജനമില്ല മക്കളെ. എത്ര കറങ്ങിയാലും എത്ര ബഹളം വെച്ചാലും നേരെ ചൊവ്വേ നീ ജീവിച്ചാൽ മാത്രമേ ആ പറഞ്ഞ ദൂത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുള്ളൂ. കണ്ടോ, അത് പറഞ്ഞപ്പോൾ എന്തോ സൈലന്റ്. ഹല്ലേലൂയ. നേരെ ചൊവ്വേ ജീവിച്ചാൽ മാത്രമേ ആ പറഞ്ഞ ദൂത് സ്തോത്രം വെളിപ്പെടുത്തുള്ളൂ. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ദിവസവും പ്ലെയിനിങ് ഇങ്ങനെ പൊങ്ങിപ്പോകും. ഇൻഡിഗോ ദാ പൊങ്ങി, പിന്നെ വേറെ എന്തുണ്ട്, എയർ ഇന്ത്യ ദാ പൊങ്ങി, സ്പൈസ് ജെറ്റ് ഇതാ പൊങ്ങിപ്പോയി. ഞാൻ നിന്ന് നോക്കും, വെള്ളം ഇറക്കും. എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? കാണുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതുപോലെ എത്ര ദൂതാ നമ്മൾ കേട്ടുവിട്ടത്, പൊങ്ങിപ്പോകുന്ന പ്ലെയിൻ പോലെ. ദൂതെന്ന് പറയുന്നത്, പ്രവചനമെന്ന് പറയുന്നത് കേൾക്കാനുള്ളതല്ല, പ്രാപിക്കാനുള്ളത്. നേരെ ചൊവ്വേ ജീവിക്കുമ്പോൾ മാത്രമാണ് ആ ദൂത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ദാൻ അവൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. യഹൂദ തൽമൂദിൽ ഞാൻ വായിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും എനിക്ക് കണ്ടത് പാമ്പെന്ന് എഴുതിയിരിക്കുന്നത്. പാമ്പ്. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. സ്തോത്രം. യഹൂദ തൽമൂദിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്നത് സാധാ പാമ്പെന്നല്ല, ഡിവൈൻ സ്നേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പിന്നത്തേതിൽ അവർ അവിടെ ആ ചിഹ്നത്തെ മാറ്റി, അവിടെ ചിഹ്നത്തെ, ആ സർപ്പ ചിഹ്നത്തെ മാറ്റിയിട്ട് അവർ ഇപ്രകാരമാക്കി, സ്തോത്രം, ഇഴയുന്ന പാമ്പിനേക്കാൾ പറക്കുന്ന കഴുകനാക്കി തീർത്തു അവരുടെ ചിഹ്നത്തെ. ഇഴയുന്ന പാമ്പിനേക്കാൾ അവർ പറക്കുന്ന സ്തോത്രം കഴുകനാക്കി. ദൂത് ഇതാണ്. മനുഷ്യന്റെ പറഞ്ഞ് ചിലപ്പോൾ പാമ്പാക്കുമായിരിക്കും, പക്ഷെ യേശുവിന്റെ നാമത്തിൽ മനുഷ്യൻ പറയുന്ന അഭിപ്രായങ്ങളെ സ്തോത്രം വയലേറ്റ് ചെയ്താട്ടെ. മനുഷ്യന്റെ നെഗറ്റീവ് അഭിപ്രായങ്ങളെ വയലേറ്റ് ചെയ്താട്ടെ. മനുഷ്യന്റെ അഭിപ്രായങ്ങളെ വയലേറ്റ് ചെയ്ത് പറയാടാ, നീ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞാൻ പാമ്പല്ല, ഞാൻ പാമ്പിന്റെ ശത്രുവാക്കുന്ന കഴുകനാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാൻ കഴുകനാണ്. സ്തോത്രം. വേറൊരാളെ നോക്കി പറ, ഞാൻ മാറാൻ തീരുമാനിച്ചു. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ മാറാൻ തീരുമാനിച്ചു, ഞാൻ ജീവിച്ച് മാറാൻ തീരുമാനിച്ചു. ഞാൻ ഇതുപോലെ മൈക്കിലൂടെ വന്ന് വാചകമടിച്ചല്ല സ്തോത്രം അതെ മാറാൻ തീരുമാനിച്ചത്, ഞാൻ ജീവിച്ച് മാറാൻ തീരുമാനിച്ചു. പാമ്പിനെ കഴുകനാക്കുന്നതാണ് സുവിശേഷം. മറ്റുള്ളവരെ ഡാമേജ് വരുത്തുന്ന പാമ്പിനെ കഴുകനാക്കുന്നതാണ് സുവിശേഷം. നരഭോജികളെ നരസ്നേഹികളാക്കുന്നതാണ് തേജസ്സിന്റെ സുവിശേഷം. അവൻ പറഞ്ഞു, ഐ റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ആസ് എ സ്നേക്ക്. ഞാൻ സ്തോത്രം പാമ്പിനെ ഞാൻ സ്തോത്രം തൃണവൽഗണിക്കുകയാണ്. Jewish virtual library.com വായിച്ചു നോക്കിയാട്ടെ. അവിടെ ലക്ഷക്കണക്കിന്
അല്ല, കോടിക്കണക്കിന് ആത്മീയ സത്യങ്ങളെ ആ വെബ്സൈറ്റിലും അതുപോലെയുള്ളതായ യഹൂദ തൽമൂദുകൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, കുറച്ച് മലയാളം പറയുക, കൂടുതൽ അന്യഭാഷ പറയുക, മുട്ടുമേൽ നിന്ന് ബൈബിൾ വായിക്കുക, കരയുക, വിതമ്പുക, നിലവിളിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവകൃപയാൽ ദൈവമായ കർത്താവ് ഈ സ്തോത്രം വെളിപ്പാടുകൾ നിങ്ങൾക്ക് നൽകി തരും. സോ ദാന്റെ സ്തോത്രം ചിഹ്നമായി അവൻ അംഗീകരിച്ചത് പാമ്പിനെയല്ല, കഴുകനെയാണ് അംഗീകരിച്ചത്. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. എന്നാൽ നോക്കണമേ, നമ്മൾ വായിച്ചു തുടങ്ങിയത് സ്തോത്രം സംഖ്യാപുസ്തകം, കണക്ക് പുസ്തകം. ഞാൻ പറയാൻ വന്നത് കണക്ക് പുസ്തകം, സംഖ്യാപുസ്തകം, കണക്ക് പുസ്തകം. ആ കണക്ക് പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ കണക്ക് പുസ്തകത്തിൻ്റെ പ്രത്യേകത മറ്റേത് ദൂതിനേക്കാളും ഇതിനു വേണ്ടി ഞാൻ ഒത്തിരി വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഐ ആം റിയലി സോറി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ നല്ല പെൻസിലില്ലായിരുന്നു, റബ്ബറില്ലായിരുന്നു, സ്കെച്ച് പെൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഒന്നും പറ്റിയില്ല. ഐ എം റിയലി സോറി. ഈവൻ സ്തോത്രം അത് ലോക്ക്ഡൗൺ അല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും കൊണ്ട് 10 കോപ്പി ഇത് നന്നായിട്ട് കമ്പ്യൂട്ടറിൽ അതിന് DTP ചെയ്ത് അതിനെ നന്നായിട്ട് ചെയ്ത് എനിക്കെടുക്കാൻ തക്കോണം കഴിയായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഉണ്ടല്ലോ, അതുകൊണ്ട് സ്തോത്രം അതേ ദയവായി എക്സ്ക്യൂസ് ചെയ്താട്ടെ. എൻ്റെ മോശം ഹാൻഡ് റൈറ്റിംഗ് കണ്ട് നിങ്ങളാരും സ്തോത്രം അത് എന്നോട് പിണങ്ങല്ല ദയവായി. എന്നെപ്പോലെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒത്തിരി വൃത്തികെട്ടതാണ്. എൻ്റെ ഹാൻഡ് മാറ്റല്ല, എന്നെപ്പോലെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തികെട്ടതാണ്. ഞാൻ പറയും സ്തോത്രം. ചിലരൊത്തിരി ഫാസ്റ്റാണ്. സ്തോത്രം. അതെ, ആഹാബിൻ്റെ രഥത്തിന് മുൻപായി ഓടിയ ഏലിയാവിനെ പോലെ. ശ്രദ്ധിക്കുക, ഇവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ ക്യാമ്പിംഗ് ആണ്. സമാഗമന കൂടാരം ഇസ്രായേൽ എങ്ങനെയാണ് എൻക്യാമ്പ് ചെയ്തിരിക്കുന്നത്, ഇസ്രായേൽ എങ്ങനെയാണ് സ്തോത്രം പാളയം ഇറങ്ങിയിരിക്കുന്നത് കാണിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല. റിയലി ഹല്ലേലൂയ. ട്രിവാൻഡ്രത്ത് ഇങ്ങനെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, തലയിരിക്കുമ്പോൾ അതെ, അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലത്. സ്തോത്രം. നോക്ക്. സോ ഇസ്രായേലിൻ്റെ ക്യാമ്പിങ്ങിലേക്ക് നോക്കുമ്പോൾ ഈ 4 സുവിശേഷത്തിൻ്റെ പ്രദർശനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 2. ഇസ്രായേലിൻ്റെ ക്യാമ്പിംഗ് നോക്കുമ്പോൾ സ്തോത്രം 4 സുവിശേഷത്തിൻ്റെ പ്രദർശനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിൻ്റെ ക്യാമ്പിംഗ് നിങ്ങൾ വായിച്ചു നോക്കുന്നത് ആ സമയത്ത് ഇന്ന് രാത്രി സ്തോത്രം ഉറങ്ങുന്നതിന് മുൻപ് സംഖ്യാപുസ്തകം 2-ാം അധ്യായം വായിക്കുന്നത് എത്രയോ നല്ലതാണ്. അവിടേക്ക് 4 ഗണമായിട്ടാണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സമാഗമന കൂടാരമുണ്ട്. ആ സമാഗമന കൂടാരത്തിൻ്റെ ഇടത്, വലത്, പിൻപില്, മുന്നില് മുഴുവൻ ക്യാമ്പ് ചെയ്യുന്നത് ആ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും താമസിക്കുന്നത്, പാർക്കുന്നത് ലേവ്യ ഗോത്രം മാത്രമാണ്. അതിൻ്റെ മുൻപിൽ സ്തോത്രം മോശയാണ്. അതിൻ്റെ ചുറ്റും കഹാത്യ കുടുംബം ഉൾപ്പെടെയുള്ളതായ ലേവ്യ ഗോത്രത്തിൻ്റെ 3 സ്തോത്രം കുടുംബങ്ങളാണ്. കഹാത്യ കുടുംബമാണ് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ സകല കാര്യങ്ങളും പ്രത്യേകിച്ച് നോക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തിലെ സകല കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ്? കഹാത്യ കുടുംബം. അവരാണ് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം തുടങ്ങിയ കാര്യങ്ങൾ എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിട്ടുള്ളത് കഹാത്യ കുടുംബത്തിലാണ്. സ്തോത്രം. ഭൂമി പിളർന്ന് സ്തോത്രം മരിച്ചുപോയവര്, കോരഹ് ഉൾപ്പെടെയുള്ളവർ, അവരെല്ലാം കഹാത്യ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അയ്യോ ബ്രദർ, എന്തുകൊണ്ടാണ് കഹാത്യ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്? അല്പം മടി കൂടാതെ ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ മഹത്വത്തോട് അടുത്തവനാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ മഹത്വത്തോട് അടുത്തവനാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ അങ്ങനെ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും പാർക്കുന്നത് ലേവിയ ഗോത്രമാണ്. അക്കൂട്ടത്തിൽ സീനിയർ പാസ്റ്റർ മോശയുമുണ്ട്. അതിൻ്റെ മുൻപിൽ കാണുന്നതായ ഭാഗമാണ് സ്തോത്രം കിഴക്ക് ഭാഗം. കാണിച്ചേ. താങ്ക് യു. യെസ്. നമ്പർ 1. ഒന്നാമത് സ്തോത്രം സമാഗമന കൂടാരം. അതിൻ്റെ ചുറ്റും ഇതാ ബ്രദർ സുരേഷ് ബാബു നീലമഷിയിൽ വരച്ചിരിക്കുന്നു. സ്തോത്രം. എന്താണ്? അതെ, മുന്നിൽ എൻ്റെ ചുറ്റും കാണുന്നത് സമാഗമന കൂടാരം എന്ന ചെറിയ ബോക്സിന് ചുറ്റും കാണുന്നത് ലേവിയ ഗോത്രം പാർക്കുന്നു. അതിൻ്റെ കൂടെ മോസസ് ആൻഡ് ലേവായി
മോശയും ലേവ്യരും സ്തോത്രം പാർക്കുന്നു. നേരെ മുന്നിൽ കിഴക്ക് ഭാഗത്ത് യഹൂദാ ഗോത്രം ഉൾപ്പെടെയുള്ള 3 ഗോത്രങ്ങൾ പാർക്കുന്നു. അവരെ അറിയപ്പെടുന്നത് യഹൂദാ ഗണം അല്ലെങ്കിൽ യഹൂദാ ഗോത്രഗണം എന്നാണ് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. യഹൂദാ ഗണം എന്നാണ് കാണുവാൻ കഴിയുന്നത്. അവിടേക്ക് സ്തോത്രം യഹൂദാ ഗോത്രത്തിൽ യഹൂദാ ഗോത്രം, ഇസ്സാഖാർ ഗോത്രം, സബൂലൂൻ ഗോത്രം. യഹൂദാ ഗോത്രം, ഇസ്സാഖാർ ഗോത്രം, സബൂലൂൻ ഗോത്രം. യഹൂദാ ഗോത്രം, ഇസ്സാഖാർ ഗോത്രം, സബൂലൂൻ ഗോത്രം. 3 ഗോത്രമാണ് ആ ഭാഗത്ത് സ്തോത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ 3 ഗോത്രവും കൂടെ ഒരുമിച്ച് ചേർന്ന് സംഖ്യാപുസ്തകം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആ 3 ഗോത്രത്തിന്റെ സംഖ്യ മുഴുവനായി നിങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയുന്നു. 1,86,000 പേരാണ് അവിടെ ഒരുമിച്ച് കാണുന്നത്. 1,86,000 പേരാണ് അവിടെ ഒരുമിച്ച് കാണുന്നത്. സ്തോത്രം കിഴക്ക് ഭാഗത്ത് ഫിഗർ നമ്പർ 1 കിഴക്ക് ഭാഗത്ത് കാണുന്നത് ഈസ്റ്റ്. കിഴക്ക് ഭാഗത്ത് സ്തോത്രം കിഴക്ക് ഭാഗത്ത് കാണുന്നത് ചിത്രം മാറല് 1 2 3 4 ഈസ്റ്റ്. സ്തോത്രം കിഴക്ക് ഭാഗത്ത് കാണുന്നത് 1,86,000 പേരാണ് കിഴക്ക് ഭാഗത്ത് കാണുന്നത്. ഏറ്റവും ദീർഘമായി അവർ കാണുകയാണ്. സ്തോത്രം ഏറ്റവും നീളത്തിൽ അവർ പാർക്കുന്നു. അണ്ടർലൈൻ ചെയ്യുക, ഇവരാണ് ഈ കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് ഏറ്റവും ദീർഘമായി പാർക്കുന്നവർ. വീണ്ടും കടന്നു വന്നാട്ടെ ചിത്രം, രണ്ടാമത്തെ ചിത്രം തെക്ക് ഭാഗത്തേക്ക് പോകാം. കിഴക്കിന്റെ വലത് ഭാഗത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ കാണുന്നതാണ് സ്തോത്രം തെക്ക് ഭാഗം. ആ തെക്ക് ഭാഗത്ത് കാണുന്നത് ആരാണ്? ആ തെക്ക് ഭാഗത്ത് കാണുന്നത് സ്തോത്രം അതെ രൂബേന്യ ഗോത്രമാണ്. അതെ രൂബേന്യ ഗോത്രമാണ്. രൂബേന്യ ഗോത്രത്തിൽ 46 പേർ, തൊട്ട് പിന്നിൽ ശിമയോൻ, അതിൻ്റെ പിന്നിൽ ഗാദ്. രൂബേന്യ ഗോത്രത്തിൽ ആ ഗണത്തിൽ കാണുന്നത് 1,51,450 പേരാണ്. 1,51,450 പേരെയാണ് കാണുവാൻ കഴിയുന്നത്. രൂബേന്യ ഗോത്രം, ശിമയോൻ ഗോത്രം, ഗാദ് ഗോത്രം ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് 1,51,450 പേരെയാണ് രൂബേന്യ ഗോത്രത്തിൽ തെക്ക് ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. നേരെ കാണുന്നത് സ്തോത്രം യഹൂദാ ഗോത്രമാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്നു. അത്രയും ദീർഘം, അത്രയും നീളം ഏത് കൂട്ടർക്കില്ല? അതെ സ്തോത്രം രൂബേന്യ ഗോത്രക്കില്ല. 1,51,450 പേരാണുള്ളത്. നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കുമ്പോൾ, കിഴക്ക് ഭാഗത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കുമ്പോൾ ചിത്രം നമ്പർ 3 മൂന്നാമത് നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രീം ഗണത്തിൽ 3 ഗോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. എഫ്രീം ഗണം. ആ എഫ്രീം ഗണത്തിൽ എഫ്രീം, മനശ്ശെ, ബെന്യാമിൻ. എഫ്രീം, മനശ്ശെ, ബെഞ്ചമിൻ അഥവാ ബെന്യാമിൻ. എഫ്രീം, മനശ്ശെ, ബെന്യാമിനിൽ 1,08,100 പേരാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എവിടെ കിടക്കുന്നു ബ്രദർ? സംഖ്യാപുസ്തകം 2-ാം അധ്യായം 9, 16, 24. 9-ാം വാക്യത്തിലാണ് യഹൂദാ ഗോത്രത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നത്. 16-ാം വാക്യത്തിലാണ് രണ്ടാമത്തെ ഗണത്തെ, തെക്ക് ഭാഗത്തുള്ള ഗണത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. സ്തോത്രം അതെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കണക്കിനെ കുറിച്ച് 24-ാം വാക്യത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുഴുവൻ അറ്റൻഷൻ എനിക്ക് വേണം. കണക്ക് പുസ്തകം മുഴുവൻ അറ്റൻഷൻ വേണം. സ്തോത്രം. കണക്ക് ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കണ്ണു തുറന്നാട്ടെ. ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഒരു നല്ല സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. പറഞ്ഞേ, ഒരു നല്ല സ്ഥലത്തേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോവുകയാണ്. നോക്ക് 24-ാം വാക്യത്തിൽ എഫ്രീം ഗണം, മനശ്ശെ കൂടെ ബെന്യാമിൻ, അവരെല്ലാവരും കൂടെ ചേർത്ത് 1,08,100 പേരാണ് സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നമ്പർ 4 അടുത്തതാ സ്തോത്രം ആ സമാഗമന കൂടാരത്തിന് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ, അതായത് വടക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ദാനിന്റെ കീഴിൽ ദാൻ ഗോത്രം, ആശേർ ഗോത്രം, നഫ്താലി ഗോത്രം. ദാൻ, ആശേർ, നഫ്താലി. ദാനും നഫ്താലിയും ആശേരും കൂടെ, ദാനും ആശേർ ഗോത്രവും നഫ്താലിയും കൂടെ ചേർന്ന് 1,57,600 പേരാണുള്ളത്. എവിടെ എഴുതിയിരിക്കുന്നു? സ്തോത്രം സംഖ്യാപുസ്തകം 2-ാം അധ്യായം 31-ാം വാക്യം.
സംഖ്യാപുസ്തകം 2-ാം അധ്യായം 31-ാം വാക്യം. യെസ്, 1,57,600 പേർ ആണ്. സോ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്, ആ രണ്ടാമത്തെ ചിത്രം നിങ്ങൾ നോക്കിയാൽ, രണ്ടാമത്തെ ചിത്രം എന്ത് ചെയ്യുക? എൻ്റെ രണ്ടാമത്തെ ചിത്രം യെസ്, രൂബേന്യ ഗോത്രം, തെക്ക് ഭാഗത്തുള്ള രൂബേന്യ ഗോത്രത്തെ നിങ്ങൾ നോക്കിയാൽ 1,51,480. വടക്ക് ഭാഗത്തുള്ള ദാൻ ഗണത്തെ, ദാൻ ഗോത്രത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ 1,57,600. അത് ഏകദേശം ഒരേപോലെയല്ലേ? രണ്ടിലും 1,51,000 57, ഓൾമോസ്റ്റ് സെയിം സൈസാണ്. ആ 1,57,000 പേരും 1,51,000 പേരും ഇടതും വലതും കിടക്കുന്ന ആൾമോസ്റ്റ് സെയിം സൈസാണ്. അപ്പോൾ ഈ സൈസ് നമുക്ക് നന്നായിട്ടൊന്ന് കാണണ്ടേ? നമുക്കൊന്ന് നന്നായിട്ട് കാണാം. എല്ലാവരും ചിന്തിച്ചേ. സ്തോത്രം, നമുക്കൊന്ന് നന്നായിട്ട് കാണാം. ഇതിനെ നമുക്കൊരു ടോപ്പ് വ്യൂ എടുക്കാം. ടോപ്പ് വ്യൂ. പരിശുദ്ധാത്മാവിന്റെ ഹെലികോപ്റ്റർ കയറി ഞങ്ങൾക്കൊന്ന് മേലേക്ക് പോകാം. പരിശുദ്ധാത്മാവിന്റെ ഹെലികോപ്റ്ററിൽ കയറി മേലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് ഈ രൂപമായിരിക്കും നിങ്ങൾ കാണുന്നത്. Where is that? Yes, exactly. സ്തോത്രം. It is nothing but cross. ക്രൂശിന്റെ രൂപം. ഈസ്റ്റേൺ സൈഡ്, കിഴക്ക് ഭാഗത്ത് കാണുന്നത് ഏറ്റവും ദീർഘമേറിയതായ രൂപമാണ്. അതെ, സ്തോത്രം. നോർത്തും സൗത്തും, സ്തോത്രം, തെക്കും വടക്കും ആൾമോസ്റ്റ് സെയിം ആണ്. ഏറ്റവും കുറച്ച് ഉള്ളത്, സ്തോത്രം, അതെ, വെസ്റ്റേൺ സൈഡ്, പടിഞ്ഞാറ് ഭാഗമാണ്. സെൻട്രലിൽ സമാഗമന കൂടാരമുണ്ട്. അവിടെ മോശ ഉൾപ്പെടെയുള്ളതായ സകല ആരൊക്കെയുണ്ട്? സ്തോത്രം, ലേവിയ ഗോത്രം പുരോഹിതന്മാരുണ്ട്. സോ ഇങ്ങനെയാണ് ഇസ്രായേൽ ജനം മാർച്ച് ചെയ്തത്. സ്തോത്രം. അതെ, റിപ്പബ്ലിക് ഡേക്ക് ഇന്ത്യൻ സൈന്യം മാർച്ച് ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്ത്യൻ സൈന്യം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ മാർച്ച് ചെയ്യുന്ന കണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനം മാർച്ച് ചെയ്തത് തോന്നിയതുപോലെ അല്ല. പുതിയ നിയമത്തിന്റെ ദൂത് ഇസ്രായേൽ ജനമെന്ന് മാർച്ച് ചെയ്തത് ക്രൂശിന്റെ രൂപത്തിലാണ്. ഇസ്രായേൽ ജനം മാർച്ച് ചെയ്തത് ക്രൂശിന്റെ രൂപത്തിൽ. അച്ചടക്കത്തിന്റെ ജനം. നിനക്ക് വിടുതലില്ലാത്തത് അച്ചടക്കമില്ലാത്തത് കൊണ്ടാണ് ദൈവദാസനെ. നിനക്ക് വിടുതലില്ലാത്തത് അച്ചടക്കമില്ലാത്ത വിശ്വാസ ജീവിതം നയിച്ചത് കൊണ്ടാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അച്ചടക്കം, സ്തോത്രം, ഉണ്ടാകേണ്ടത് സൺഡേ സ്കൂൾ ടീച്ചറാകട്ടെ, യൂത്ത് ലീഡറാകട്ടെ, ദൈവ പൈതലാകട്ടെ, അച്ചടക്കമുള്ളവന് മാത്രമേ വാഗ്ദത്തത്തിൽ നടന്ന് കയറാൻ പറ്റത്തുള്ളൂ. വായിൽ വരുന്ന വാക്കും തോന്നിയ പാട്ടും, ഫേസ്ബുക്ക് എന്നെ നിയന്ത്രിച്ചു, വാട്സപ്പ് എന്നെ നിയന്ത്രിച്ചു. നിന്നെ മനുഷ്യനല്ല നിയന്ത്രിക്കേണ്ടത്, നിന്നെ സോഷ്യൽ മീഡിയ അല്ല നിയന്ത്രിക്കേണ്ടത്, നിന്നെ ദുരാത്മാവല്ല നിയന്ത്രിക്കേണ്ടത്. നിന്നെ നിയന്ത്രിക്കേണ്ടത് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടുമല്ല, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കട്ടെ. അവൻ അച്ചടക്കത്തിന്റെ ആത്മാവാണ്. ക്രൂശിന്റെ രൂപത്തിലാണ് ഇവർ നടന്നത്. ക്രൂശിന്റെ രൂപത്തിൽ എങ്ങനെ പറവാൻ കഴിയും? യെസ്, അങ്ങനെയാണ് കണക്ക് പറയുന്നത്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം. ഇത് ഒരുവൻ കാണുകയുണ്ടായി. മിത്രമല്ല കണ്ടത്, ശത്രുവാ കണ്ടത്. അവന്റെ പേരാണ് ബിലെയാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശിലാഗ്രഹങ്ങൾ ഇരുന്ന്, ദാറ്റ് മീൻസ്, സ്തോത്രം, ഏതോ മലയിൽ അവന് തപ്പിപ്പിടിച്ചു കയറി. ആ മലയിൽ തപ്പിപ്പിടിച്ചു കയറിയപ്പോൾ അവൻ കണ്ടു, ഇതാ ക്രൂശിന്റെ രൂപത്തിൽ ഇസ്രായേൽ പാർക്കുന്നു. ക്രൂശിന്റെ രൂപത്തിൽ. ഞാൻ പറയുന്ന മറ്റേ തടിക്കുരിശോ വെള്ളിക്കുരിശോ സ്വർണ്ണക്കുരിശോ ഞായറാഴ്ച മാത്രം ചെന്ന് നിന്ന് ഇടതും വലതും അതെ ഇങ്ങനെ പറയുന്ന ആ കുരിശല്ല. കൽവരി ക്രൂശിന്മേൽ മരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു സകല പ്രവചനവും തന്നെ കുറിച്ച്, സ്തോത്രം, അരുളി ചെയ്തത് നമുക്ക് വേണ്ടി മരിച്ചതായ, സ്തോത്രം, അതേ ക്രൂശ്, നാസറേയനായ യേശുവിന്റെ ക്രൂശ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിന്റെ വചനം അനുസരിച്ച് നടക്കുമ്പോഴാണ് വാഗ്ദത്തത്തിൽ നിങ്ങൾക്ക് നടന്ന് കയറുവാൻ തക്കോണം കഴിയുന്നത്. സ്തോത്രം. ശിലാഗ്രഹങ്ങളിലിരുന്ന് ഇതാ, സ്തോത്രം, ബിലെയാം കണ്ടു പറയുകയാണ്, ഗിരികളിൽ നിന്ന് ഞാൻ അവരെ ദർശിക്കുന്നു. മലയുടെ മേലെ നിന്ന് താഴ്വരെ പാർക്കുന്ന ഇസ്രായേൽ നോക്കി പറയുക, ഗിരികളിൽ നിന്ന് ഞാൻ അവരെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവന്റെ നടപ്പ് വേറെയാ, അവന്റെ പാർപ്പ് വേറെയാ, അവന്റെ സ്റ്റൈല് വേറെയാ, അവന്റെ ജീവിത ശൈലി വേറെയാ.
തെളിയിക്കണം. ഈ കാലഘട്ടത്തിൽ ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ചിന്തിക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ബൈബിൾ വായിക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല പറയുന്നത്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ജീവിക്കുന്നത്. എൻ്റെ ലൈഫ് സ്റ്റൈൽ മറ്റൊന്നാണ്. കാരണം എനിക്കായി കാത്തിരിക്കുന്ന വാഗ്ദത്തം വലിയതാണ്. എൻ്റെ വാഗ്ദത്തം വലിയതാകണമെങ്കിൽ എൻ്റെ നടപ്പും വലിയതാകണം. എൻ്റെ വാഗ്ദത്തം വലിയതാണ്. ആ വലിയ വാഗ്ദത്തം എത്തണമെങ്കിൽ ആ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്, ആ വ്യത്യസ്തമായ അനുഗ്രഹം ഞാൻ കൈകാര്യം ചെയ്യണമെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമായിരിക്കണം. രാഷ്ട്രീയ പാർട്ടിയല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്, സീരിയലും സിനിമയുമല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്, മനുഷ്യനല്ല നിയന്ത്രിക്കേണ്ടത്, ജാതിയല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവന് മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അവർ മുന്നോട്ട് പോയി. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, രാജാക്കന്മാരെ തകർത്തെറിഞ്ഞ് ഇതാ സ്തോത്രം ഈ ജനം മുന്നോട്ട് പോവുകയാണ്. ആ സ്തോത്രം ആകൃതിമാർക്കറിഞ്ഞ് ഞാൻ നിർത്തി രാജാക്കന്മാരെ തകർത്തുകൊണ്ട് അവരതാ മുന്നിലേക്ക് നടന്നു. ദൈവത്തിൻ്റെ കണക്കനുസരിച്ച് അവർ നടക്കുകയാണ്. ഇന്ന ഗോത്രം സ്തോത്രം എൻ്റെ മുന്നിൽ പാർക്കണം, ഇന്ന ഗോത്രം എൻ്റെ മുന്നിൽ പാർക്കണം. സ്തോത്രം. അതെ, ആരാണ് ഈ യഹൂദ ഗോത്രം സമാഗമന കൂടാരത്തിൻ്റെ നേരെ മുൻപിൽ കിഴക്ക്, പിന്നെ വലതുവശത്ത് സ്തോത്രം ആരാണ് പാർക്കേണ്ടത്? രൂപൻ. അതെ, ബാക്കിൽ പാർക്കേണ്ടത്, പടിഞ്ഞാറ് പാർക്കേണ്ടത് സ്തോത്രം അതെ ആരാണ്? എഫ്രയീം. ഇടതുവശത്ത് പാർക്കേണ്ടത് ദാനിൻ്റെ ഗണമാണ്. അങ്ങനെ 12 ഗോത്രം സെൻട്രൽ അതിനെ ചുറ്റി ഇതാ സ്തോത്രം ആരാണ്? ലേവിയ ഗോത്രം. അവരിതാ മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്, ദൈവത്തിൻ്റെ ആകൃതി അനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ പഴയ നിയമത്തിൽ ക്രൂശ് ഉണ്ടേ, പഴയ നിയമത്തിൽ സ്വർഗത്തിലെ അപ്പൻ കണ്ടേ, അഡോനായ്, എൽ ഷഡായ്, എലോഹീം കണ്ടു. ഞാൻ തെരഞ്ഞെടുത്ത ജനം ഇതാ ക്രൂശിന്റെ രൂപത്തിൽ മുന്നോട്ട് പോകുകയാണ്. അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ മുന്നിൽ പോകുന്ന ഗോത്രം ഏതാ? ആ കിഴക്ക് ഭാഗത്ത് ഏറ്റവും ഫോർ ഫ്രണ്ടിൽ പോകുന്നവരാരാ? അവർ യഹൂദയാണ്, അല്ലേ? യഹൂദയല്ലേ, കിഴക്ക് ഭാഗത്തുള്ള അവരല്ലേ ആദ്യം മുന്നിൽ പോകുന്നത്. യഹൂദ പുറപ്പെടട്ടെ. സ്തോത്രം. പഴയ നിയമം മുഴുവൻ വായിച്ചു. യെസ്, താങ്ക് യു. ഏറ്റവും മുന്നിൽ പോകുന്നത് സ്തോത്രം യഹൂദിയാണ് പോകുന്നത്. ഏറ്റവും മുന്നിൽ പോകുന്നത് സ്തുതിക്കുന്നവനാണ്. ഏറ്റവും മുന്നിൽ പോകുന്നത്. അയ്യോ, എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ വയ്യേ, അത് 1.5 മണിക്കൂർ എനിക്ക് പറയാനുണ്ട്. സ്തുതിക്കുന്നവനാണ് ഏറ്റവും മുന്നിൽ പോകുന്നത്. ഏറ്റവും മുന്നിൽ പോകുന്നവൻ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ തേനീച്ച മിനിസ്ട്രി നടത്തുന്നവനല്ല ഏറ്റവും മുന്നിൽ പോകുന്നത്. നിന്റെ വായു തുറന്ന് സ്തുതിക്കുന്നവനാണ് ഏറ്റവും മുന്നിൽ പോകുന്നവന്. സ്തുതിക്കുന്ന യഹൂദ മുന്നിൽ പോകുന്നു. അവന്റെ ചിഹ്നമാണ് സിംഹം. അവന്റെ ചിഹ്നമാണ് സിംഹം. ഇതാ ഇസ്രായേൽ വാഗ്ദത്തത്തിലേക്ക് പുറപ്പെടുന്നു. അവർക്ക് മുൻപായി സിംഹത്തിന്റെ ബാനർ പിടിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുക. സിംഹത്തിന്റെ ബാനർ പിടിച്ച് സ്തോത്രം. ഇന്ന് രാവിലെ ഉറക്കണിക്കുമ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു. റിയലി എന്നെ കർത്താവ് പഠിപ്പിച്ചതാണ്. സ്തോത്രം. എനിക്ക് നിങ്ങളോട് പറയാൻ കൊണ്ടുള്ള സിംഹത്തിന്റെ ബാനർ പിടിച്ചുകൊണ്ട് സ്തോത്രം അവർ മുന്നോട്ട് പോകുന്നു. വലതുവശത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് സൗത്ത് സൈഡിൽ 1,51,450 പേര്. അവരാരാണ്? സ്തോത്രം രൂബേന്യ ഗോത്രം. രൂബേന്യ ഗോത്രം വലതുവശത്ത് സ്തോത്രം അതേ പോകുകയാണ്. ആ രൂബേന്യ ഗോത്രം വലതുവശത്ത് പോകുമ്പോൾ അടുത്ത് കാണുന്നു കാളമുഖത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. റൈറ്റ്? സ്തോത്രം. അതെ, കാളമുഖത്തിൽ അവർ മുന്നോട്ട് പോകുകയാണ്. ഇടതുവശത്ത് സ്തോത്രം. അതെ, ഇടതുവശത്ത് നിങ്ങൾക്ക് ഇടതുവശത്ത് മുമ്പ് ഞാൻ പിന്നിലത്തെ പറയട്ടെ. പിന്നിലത്തത് എഫ്രയീം മുന്നോട്ട് പോകുകയാണ്. എഫ്രയീം മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം എഫ്രയീം ഗണത്തിൽപ്പെട്ടവർ, അവരുടെ കൂടെ മെനശ്യം ബെഞ്ചമിനുണ്ട്. എഫ്രയീം ഗണത്തിൽ അവർ മുന്നോട്ട് കടന്നു പോകുമ്പോൾ 1,08,100 പേരാണ് പിന്നിൽ പോകുന്നത്. അവിടെ ചിഹ്നം സ്തോത്രം അവരിതാ മുന്നോട്ട് പോകുകയാണ്. അവർ പോകുന്നതായ സ്തോത്രം അതെ അവരുടെ ചിഹ്നമാണ് കാളമുഖത്തിൽ. എഫ്രയീം മുന്നോട്ട് പോവുകയാണ്. മുഖത്തിൽ സ്തോത്രം എഫ്രയീം പടിഞ്ഞാറ് ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ സൗത്തിലും നോർത്തിലും ആരാണ്? സൗത്തിലും നോർത്തിലും സ്തോത്രം അതെ മുന്നിൽ പോകുന്നത് സിംഹമാണ്, പിന്നിൽ നടക്കുന്നത് കാളയാണ്. മുന്നിൽ പോകുന്നത് സിംഹമാണ്, പിന്നിൽ നടക്കുന്നത് കാളയാണ്. വലതുവശത്ത് പോകുന്നത് മനുഷ്യനാണ്, ഇടതുവശത്ത് പോകുന്നത് കഴുകനാണ്. സ്തോത്രം. വലതുവശത്ത് നടക്കുന്നത് മനുഷ്യനാണ്, ഇടതുവശത്ത് നടക്കുന്നത് കഴുകൻ. ഞാൻ പറഞ്ഞ കറക്റ്റാ. മുന്നിൽ പോകുന്നത് സിംഹമാണ്, വലതുവശത്ത് സ്തോത്രം അതെ മനുഷ്യനാണ്, പിൻപിൽ കാണുന്നത് കാളയാണ്, ഇടതുവശത്ത് കാണുന്നത് സ്തോത്രം കഴുകനാണ്. ഈ 4 ചിഹ്നവും വഹിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പോകുന്നത്. 4 ഗോസ്പൽ സിംബൽസ് ആണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമല്ല,
ഭരണ തുടർച്ച ഉണ്ടായി കേട്ടാ. നോ, അതല്ല. ആ അരിവാള് തുരുമ്പിടിക്കാൻ സാധ്യത എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അത് താമരയല്ല, അത് വാടിപ്പോകാം. അത് കൈയല്ല, അതങ്ങ് പണ്ടേ പാരാലിസിസ് ആയി കിടക്കുക. ഞാൻ പറയുന്ന നാറുന്ന രാഷ്ട്രീയമല്ല, ഞാൻ പറയുന്ന തേജസ്സിന്റെ സുവിശേഷമാണ്. സുവിശേഷ ചിഹ്നം സിംഹം, മനുഷ്യൻ, കാള, കഴുകൻ. ഒരിക്കൽ കൂടെ, നിന്റെ ചിഹ്നം നിന്റെ മുൻപിൽ ആർക്കും നിൽപ്പാൻ കഴിയത്തില്ലേ? നിന്റെ മുൻപിൽ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. നിന്റെ മുൻപിൽ ഒരു ക്ഷുദ്രവും ഒരു മന്ത്രവും ഒരു ഭൂതവും ഒരു ഗൂഢാലോചനയും ഒരു ശത്രുതയും ഒരു അപവാദവും ഒരു അണ്ടർകട്ടും നിന്റെ നേരെ നിൽക്കയില്ല. മുന്നിൽ സിംഹം, വലതുവശത്ത് മനുഷ്യൻ, ഇടതുവശത്ത് കാള. സ്തോത്രം. അതെ, പിൻപിൽ കാള, ഇടതുവശത്ത് കഴുകൻ. ഒരിക്കൽ കൂടെ, മുന്നിൽ സിംഹം, വലതുവശത്ത് മനുഷ്യൻ, ഇടതുവശത്ത് കാള. സ്തോത്രം. അതെ, പിൻപിൽ കാള, ഇടതുവശത്ത് കഴുകൻ. ഒരിക്കൽ കൂടെ, മുന്നിൽ സിംഹം, വലതുവശത്ത് മനുഷ്യൻ, പിൻപിൽ കാള, ഇടതുവശത്ത് കഴുകൻ. ഈ ഗോസ്പൽ ചിഹ്നത്തിൽ അവർ മുന്നോട്ട് പോയി. സങ്കീർത്തനത്തിലേക്ക് വന്നേ. സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നപ്പോ തിരുവചനം പറയുന്നു, സ്തോത്രം, കാള വയലിൽ കതിര് നക്കിക്കളയുന്ന പോലെ, കാള വയലിൽ സസ്യങ്ങളെ നക്കിക്കളയുന്നത് പോലെ ദേശങ്ങളെ വകഞ്ഞു മാറ്റി. ഒരു കാള എങ്ങനെയാണോ, സ്തോത്രം, ഒരു പുല്ല് തിന്നുന്ന പോലെ ഈസിയായി അമോരിയ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും സകല കനാന്യ രാജാക്കന്മാരെ തകർത്തെറിഞ്ഞുകൊണ്ട് ഗോസ്പൽ ചിഹ്നത്തിൽ, ക്രൂസിന്റെ ചിഹ്നത്തിൽ ദാ പോകുന്നു ദൈവത്തിന്റെ ജനം പോകുന്നേ. ഹല്ലേലൂയ. സങ്കീർത്തനം 135:11 അങ്ങനെ പറയുന്നു, അമോരിയ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും, ചിലരല്ല സകല കനാന്യ രാജാക്കന്മാരെയും തകർത്തെറിഞ്ഞുകൊണ്ട് ക്രൂസിന്റെ ചിഹ്നത്തിൽ വാഗ്ദത്തത്തിന്റെ ജനം മുന്നോട്ട് പോയി. നിങ്ങളെ തടയുവാൻ ആർക്കും കഴിയത്തില്ല, നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ മുന്നേറുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കണക്ക്. ദൈവത്തിൻ്റെ കണക്ക്. ഈ സ്തോത്രം പുസ്തകം കണക്ക് പുസ്തകമാണ്. ഞാൻ നിർത്തി. സ്തോത്രം, ഞാൻ ദൈവകൃപയാൽ പറയട്ടെ. അതെ, മണിക്കൂറുകളെടുത്തു ഇത് ദൈവസന്നിധിയിൽ സ്തോത്രം കർത്താവിനെ പഠിപ്പിപ്പാൻ. ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ളതായ കണക്കുകൂട്ടൽ തെറ്റും, പക്ഷെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ തെറ്റത്തില്ല. സ്തോത്രം. ബൈബിൾ എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, കണക്ക് പുസ്തകമാണ്. ഇതിനൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് ജീവിച്ചാട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. 10 മിനിറ്റ് നിങ്ങൾക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും കഴിവതും മുട്ടിന്മേൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നന്ദിയോട് സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ ദിസ് ബ്ലെസ്ഡ് ടൈം. നന്ദി പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കഴിവുള്ളവർ മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാട്ടെ. കഴിവുള്ളവർ മാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാട്ടെ. ദൈവത്തിൻ്റെ സന്നിധി നമുക്ക്